ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി തീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലൻ കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിത കഥകൾ ആരംഭിക്കുകയാണ്. ഭഗവാന്റെ 16,008 വിവാഹം വർണ്ണിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാനൊരു പുത്രനുണ്ടായ കഥയും പറഞ്ഞു. പ്രദ്യുമ്നോൽപത്തി. ഭഗവാനും രുക്മിണീ ദേവിക്കുമായി മൂത്ത പുത്രനായി പ്രദ്യുമ്നൻ ജനിച്ചത് ഒരധ്യായത്തിൽ വിശദമായി കണ്ടു. അതിനുശേഷമാണ് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങൾ, അഷ്ടമഹിഷി വിവാഹങ്ങളും, അതിനുശേഷം നരകാസുര വധവും, നരകാസുരന്റെ കാരാഗൃഹത്തിൽ കിടന്ന 16,000 കന്യകമാരെ ഭഗവാൻ ജീവിതം കൊടുക്കുന്ന, അവർക്ക് വിശേഷമായിട്ടുള്ള പദവി കൊടുക്കുന്ന ഭഗവാന്റെ കാരുണ്യകഥ. അതോടെ ഭഗവാന്റെ അഷ്ടമഹിഷികൾ അഷ്ടദാ പ്രകൃതിയാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. എൻ്റെ അഷ്ടധാ പ്രകൃതി ഇതാണ്, പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും. അതിൽ നിന്ന് പരമായിട്ടുള്ളൊരു പ്രകൃതിയുണ്ട് എനിക്ക്, ജീവഭൂതാം. ജീവൻ എന്നുള്ള പേരിൽ ചൈതന്യമായിരിക്കുന്നതിൻ്റെ ഒരു ഭാവവും കൂടിയുണ്ട്. ഇങ്ങനെ അപരാപ്രകൃതിയും പരാപ്രകൃതിയും കൂടിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്യമേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ദാര്യതേ ജഗത്. യയാ ഇദം ജഗത് ദാര്യതേ. യയാ പ്രകൃത്യാ, യയാ പരയാ പ്രകൃത്യാ. ഏതൊരു പരയായ പ്രകൃതിയാലാണോ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നത്. ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. ഭൂതങ്ങളെല്ലാം ഈ 2 പ്രകൃതികളാണ് ഇതിൻ്റെ യോനികൾ, ഇതിൻ്റെ പ്രഭവസ്ഥാനങ്ങൾ എന്ന് മനസ്സിലാക്കിയാലും എന്നെല്ലാം പല പ്രാവശ്യം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഷ്ടതാ പ്രകൃതിയെ തന്നെയാണ് ഇവിടെ ഭഗവാന്റെ അഷ്ടമഹിഷികളായി കൃഷ്ണാവതാരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള 16,000 എന്നുള്ളത് 16 തത്വങ്ങളും ആവാം. മൊത്തം പ്രകൃതിയിൽ 24 തത്വങ്ങളിലെ ആദ്യ മുഖ്യ പ്രകൃതികളെ പറഞ്ഞതിന് ശേഷം പിന്നെയുള്ള 16 തത്വങ്ങൾ കൂടി ചേരുന്നതാണ് 16,000 എന്ന പേരിൽ അവതരിച്ചത്. ഈ 16-24 പ്രകൃതികൾ കൂടി കലർന്നാണ്, ഭഗവാന്റെ ചൈതന്യാംശവും കൂടി ചേർന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല ശരീരങ്ങളും ഭഗവാന്റെ പത്നിമാരാണ്. അതിലുള്ള സകല ജീവചൈതന്യവും ഭഗവാന്റെ അംശമാണ്. എല്ലാവരും ഭഗവാനോട് ചേരേണ്ടവരാണ്. എല്ലാവരും ആ ഭഗവാനെ ചേരുമ്പോഴേ ജീവിത ധന്യത, പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ. അത് തിരിച്ചറിയുകയാണ് വേണ്ടത്.
ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കഥാരൂപത്തിൽ പറഞ്ഞാൽ, ഭഗവാൻ ഈ 16,000 പേർക്ക് ഒന്നിച്ച് ജീവിതം കൊടുക്കുന്നു. അവർ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു ഭഗവാനെ പതിയായി കിട്ടാനായിക്കൊണ്ട്. ഭഗവാൻ അത് അനുഗ്രഹിച്ച് സമ്മതിച്ച് സാധിച്ചു കൊടുക്കുന്നു. ഭഗവാൻ അവരെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് അയച്ചു വിടുകയല്ല ഉണ്ടായത്. അങ്ങനെ അയച്ചു വിട്ടാൽ അവരെ അന്നത്തെ കാലത്ത് സ്വീകരിക്കുകയില്ല. ഗൃഹങ്ങളിൽ സ്വീകരിച്ചോളണം എന്നില്ല, ഭ്രഷ്ട് കൽപ്പിക്കാം. മാത്രമല്ല, പിന്നീട് അവർക്ക് മറ്റൊരു വിവാഹം കഴിയാതിരിക്കാം. മറ്റൊരാളും ഒരു പുരുഷനും വന്ന് വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന് വരാം. നമ്മുടെ അംബയുടെ കഥയൊക്കെ അറിയാലോ. സാൽവൻ നിഷേധിച്ചില്ലേ? ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയവളായ അംബയെ എനിക്ക് വേണ്ട, എൻ്റെ പൗരുഷം അതോടുകൂടി ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് സാൽവൻ അല്ലേ അംബയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞു. അതുപോലെ നരകാസുരനാൽ പോകപ്പെട്ടവരാണ് ഈ 16,000 കന്യകമാരും. വേറൊരാളും വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന് വരും. അങ്ങനെ അവർ ഭ്രഷ്ടരായിത്തീരും. അവരുടെ ജീവിതം നരകമായിത്തീരും. ഒരു സാമൂഹ്യ വിപത്തിലേക്ക് അത് നയിക്കപ്പെടാം. അപ്പോൾ പിന്നെ അവർക്ക് ജീവിതം കൊടുക്കുക, അത് മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കുക കൂടുമല്ല ഭഗവാൻ ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ വിളിച്ച് നിങ്ങൾ ഓരോരുത്തരെ വിവാഹം കഴിക്കൂ എന്ന് ഭഗവാൻ ആരോടും പറയുകയല്ല ചെയ്തത്. കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആ വിവാഹം കഴിക്കുന്നവർക്ക് ഇവരോട് താല്പര്യം ഉണ്ടായാലല്ലേ അവര് ഭാവിയിൽ ഇവരെ തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെറുതാക്കുകയോ ചെയ്യാം, നിന്ദിക്കാം. അപ്പം അതിനൊന്നും ഇട കൊടുക്കാതെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച ആ 16,000 പേരെയും യാതൊരു തരത്തിലുള്ള അവഗണനയും ആർക്കും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവാത്ത രീതിയിൽ അവരെയൊക്കെ പല്ലക്കിൽ എഴുന്നള്ളിച്ചുകൊണ്ടാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയത്. അവരെയൊക്കെ നല്ല കുളിപ്പിച്ച് വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് ആഭരണാദികളോടുകൂടി, ദാസികളോടുകൂടി, വാഹനങ്ങളോടുകൂടി പല്ലക്കിൽ എഴുന്നള്ളിച്ച് ഇവിടേക്ക് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവരുടെ മാനത്തെ, അല്ലേ, സ്ത്രീകളുടെ മാനത്തെ ഭഗവാൻ എത്ര മുകളിൽ വച്ചു, എത്ര ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാതെ അതിൻ്റെ പേരിൽ ഭഗവാനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ മൂഢന്മാർ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഭഗവാൻ ചെയ്ത ഇത്രയും വലിയൊരു കാര്യത്തെ വിപരീതമായി അവരുടെ പക്ഷത്തു നിന്നും മാത്രം കാണുന്ന മൂഢജനങ്ങളെക്കുറിച്ച് നമുക്ക് അവർ സ്വയം മൂഢന്മാരെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവരുടെ മൗഢ്യം അവർ ലോകത്തേക്ക് വിളിച്ചു പറയുകയാണ് ഭഗവാനെ പരിഹസിക്കുന്നതിലൂടെ എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഭഗവാൻ ചെയ്തത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ കൊണ്ടും അവരെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പോലും പറയിപ്പിക്കാതെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപരീതമായിട്ടുള്ള ഒരു നോട്ടം പോലും അവരുടെ നേർക്ക് അനുവദിക്കാതെ അവരുടെ ആ മാനത്തെ, അവരുടെ പ്രൈഡിനെ ഭഗവാൻ രക്ഷിച്ചു. ഇതാണ് ഈ 16,000 കന്യകമാർക്ക് ജീവിതം കൊടുത്ത കഥ. അതിനുശേഷം അവർക്കും ഈ തൻ്റെ അഷ്ടമഹിഷിമാരോട് തുല്യമായിട്ടുള്ള സ്ഥാനം തന്നെ കൊടുത്ത് എല്ലാവർക്കും ഒരേപോലെ ഗൃഹം നിർമ്മിച്ച് എല്ലാവരെയും ഒരേപോലെ ഒരേ സമയം ഭഗവാൻ എല്ലാവരുടെ കൂടെയും ഇരുന്നു കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്നുള്ളത് ഇനിയും നമുക്ക് തുടർന്ന് കാണാം. ഈ ദശമസ്കന്ധത്തിലും പല പ്രാവശ്യം നമുക്ക് കാണാം. അപ്പോൾ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാലത്ത് ഏകപത്നി വ്രതം എന്നുള്ളതായിട്ടുള്ള കാര്യത്തിൽ വലിയ നിഷ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലം അന്ന് നിയമങ്ങൾ മറിച്ചായിരുന്നു.
ആർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. തിരിച്ചും ആയിട്ടുണ്ട് അല്ലേ? പാഞ്ചാലി 5 പുരുഷന്മാരെ വിവാഹം കഴിച്ച കഥയും ഉണ്ട്. അപ്പോൾ അന്ന് കുറെ കൂടി ലിബറലായിട്ടുള്ള ഒരു നിയമങ്ങളാണ് അന്നത്തെ സ്മൃതികാരന്മാർ, അന്നത്തെ ആചാര്യന്മാർ നിശ്ചയിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല അല്ലേ? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ ഹിന്ദു മാരേജസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഒന്നും അന്ന് നിലവിലില്ല. അതുകൊണ്ട് ഏകപത്നി വ്രതം എന്നുള്ളത് ശ്രീരാമസ്വാമി മാത്രം അന്ന് കാലത്ത് കാണിച്ചതെന്നാണ്. ബാക്കി ആ കാലത്ത് പോലും ദശരഥാദികളും രാവണാദികളും മറ്റ് പലരും അനേക ഭാര്യമാരെ വിവാഹം കഴിച്ചിരുന്ന കാലമായിരുന്നു ത്രേതായുഗവും. ശ്രീരാമൻ ഒരു മാതൃക കാണിച്ചു എന്നേ ഉള്ളൂ, ഏകപത്നി വ്രതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. എന്തായാലും ഈ 16,000 പേരും ധന്യധന്യകളായി എന്ന് പറയാം. അപ്പം ഇനി നമ്മൾ ആ അധ്യായത്തിലൊരു 3 ശ്ലോകങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 60-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലേ? നമുക്ക് ഭൂമി രുവാച എന്നുള്ള ആ ഭൂമിയുടെ സ്തുതിയോടുകൂടി തുടരാം. സ്തുതി വായിച്ചിട്ട് അടുത്ത ഭാഗം വായിച്ച് ആ 3 ശ്ലോകങ്ങൾ കണ്ട് പിന്നെ നമുക്ക് 60-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 59-തമോऽധ്യായഃ. ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ത്വം വൈ സിസൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിമർശ സംവൃതഃ. സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. അഹം പയോ ജ്യോതിരഥാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താമഹാനിത്യഖിലം ചരാചരം ത്വയി അദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതഃ പ്രപന്നാർത്തിഹരോപസാദിതഃ. തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യമുഷ്യാഖിലകൽമഷാപഹം. ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്തിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തിനമ്രയാ ദത്വാ ഭയം ഭൗമഗൃഹം പ്രാവിശത് സകലഭിമത്. തത്ര രാജന്യകന്യാനാം 6,000-ാധികായുതം ഭൗമാഹൃതാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരിഃ. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഃ മനസാ വവ്രിരേ ഭീഷ്ടം പതിം ദൈവോപസാദിതം. ഭൂയാത് പതിരയം മഹ്യം ദാദാ തദനുമോദതാം ഇതി സർവാഃ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഃ. താഃ പ്രാഹിണോ ദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഃ നരയാനൈർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. ഐരാവതകുലേഭാംശ്ച ചതുർദന്താന്തരസ്വിനഃ പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ഡലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ. ചോദിതോ ഭാര്യോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാമയത് പുരം. സ്ഥാപിതഃ സത്യഭാമായ ഗൃഹോദ്യാനോപശോഭനഃ
അന്വഗുർഭ്രമരാ സ്വർഗാത് തദ്ഗന്ധാസവലംബടാഃ യയാച ആനമ്യ കിരീടകോടിഭിഃ പാദൗ സ്പൃശൻ അച്യുതം അർത്ഥസാധനം സിദ്ധാർത്ഥയേതേന വിഗൃഹ്യതേ മഹാൻ അഹോ സുരാണാം ച തമോദികാഢ്യതാം അതോ മുഹൂർത്തയേ കസ്മിന്നാനാഗാരേഷു താ സ്ത്രിയഃ യഥോഭയേ മേ ഭഗവാൻ താവത് രൂപധരോ വ്യയഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗൃഹേഷു താസാം അനപായി അതർക്യകൃത് നിരസ്തസാമ്യാതിശയേഷു അവസ്ഥിതഃ രേമേ രമാഭിർനിജ കാമസംപ്ലുതോ യഥേതരോ ഗാർഹകമേധികാൻ ചരൻ ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേദിതയാനുരാഗഃ സാവലോക നവസംഗമ ജൽപലജ്ജാഃ പ്രത്യുദ്ഗമാസനപരാർഹണപാദശൗചതാംബൂലവിശ്രമണബീജനഗന്ധമാല്യൈः കേശപ്രസാരശയനസ്നപനോപഹാര്യൈः ദാസീശതാ അപി വിഭോः വിദതുസ്മദാസ്യം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പാരിജാതഹരണ നരകവധോ നാമ ഏകോനഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഒരു സെക്കൻഡ്. ഭഗവാൻ നരകാസുരനുമായിട്ട് യുദ്ധം ചെയ്തതും നരകാസുരനെ വധിച്ചതും അതിനുശേഷം ഭൂമിദേവി വന്ന് ഭഗവാനെ സ്തുതിച്ചതുമാണ് നമ്മൾ വിശദമായിട്ട് കണ്ടു. ഭൂമിദേവിയുടെ സ്തുതിയിലെ അവസാന 3 ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ വൈകിട്ട് കാര്യമായിട്ട് കണ്ടത്. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ ജഗത്തിനെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള സമയത്ത് രജോ ഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മദേവനായും അതുപോലെ സംഹാരത്തിന് തമോ ഗുണത്തെ സ്വീകരിച്ച് രുദ്രനായും സ്ഥിതിക്ക് പരിപാലനത്തിനായിക്കൊണ്ട് സത്വഗുണം സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുവായും ലീല ചെയ്യുന്നു. അതുപോലെ ഈ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള കാലവും പ്രധാനവും പരനായ പുരുഷനായ അങ്ങ് തന്നെയാകുന്നു. ഇനി പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ദേവന്മാരും അന്ധക്കരണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ അഖിലം ചരാചരം ത്വയി അദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ. അദ്വിതീയനായ അങ്ങയിൽ വെറും ഭ്രമം മാത്രമാണ് ഈ നാനാത്വം. വാസ്തവത്തിൽ ഏകനായ അങ്ങയെ തന്നെയാണ് അങ്ങ് പലതായി പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അനുസന്ധാനം ചെയ്യേണ്ടത്. സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ നിരന്തരം അനുസന്ധാനം ചെയ്താൽ ഈ ഭ്രമം മാറിക്കിട്ടും. ഈ ഭ്രമത്തിലുള്ള വ്യവഹാരമാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്, നമ്മളെ ഈ സംസാരത്തിലിട്ട് തപിപ്പിക്കുന്നത്. ഈ താപം മാറണമെങ്കിൽ വിശ്വ ഉൽപ്പത്യാദി ഹേതുവായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ നിരന്തരം അനുസന്ധാനം ചെയ്യണം, ധ്യാനിക്കണം. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ.
അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ രണ്ടില്ല, പലതില്ല. അദ്വിതീയമായ പരബ്രഹ്മതത്വം, ചൈതന്യം മാത്രം, നാരായണൻ മാത്രം. ബാക്കിയെല്ലാം അതിലാരോപിതമായ ഭ്രമം മാത്രമാണ്. ഈ സത്യത്തെ ഉറപ്പിക്കുക. അതിനുശേഷം ഭൂമിദേവി ഭഗദത്തനെ അഭയം കൊടുത്ത് രക്ഷിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ കരകമലത്തെ അവൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ ഭൂമിയാൽ പ്രാർത്ഥിക്കപ്പെട്ടതുപോലെ ഭഗദത്തന് അനുഗ്രഹം ചെയ്തു, അഭയം കൊടുത്തു. പിന്നീട് എല്ലാ ഐശ്വര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നരകാസുരൻ്റെ ആ അന്തഃപുരത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അവിടെ 16,000 കന്യകമാരെ, രാജാക്കന്മാരെ ജയിച്ച് നരകാസുരൻ ബന്ധനത്തിലാക്കിയിരുന്നവരെ ഭഗവാൻ കണ്ടു. ദദൃശേ ഹരിഹി. അവരെ ഭഗവാനെയും കണ്ടു. വിമോഹിതരായി, മനസ്സുകൊണ്ട് അഭീഷ്ടപതിയായി വവ്രിരേ. ദൈവോപസാദിതം, ഈശ്വരൻ കൊണ്ടുതന്നതായിട്ടുള്ള നമ്മുടെ പതിയാണ് എന്ന് ഓരോരുത്തരും കരുതി ഓരോരുത്തരും തനിത്തനിയെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. ഭൂയാത് പതിരയം മഹ്യം ദാദാ തദനുമോദതാം ഇതി സർവാഹ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഹു. ഭക്തിഭാവത്തോടെ ഹൃദയത്തെ ഭഗവാനിൽ ധരിച്ചു, ഉറപ്പിച്ചു. ഭഗവാൻ അവരെ പല്ലക്കുകളിലായിട്ട് ദ്വാരകയിലേക്ക് അയച്ചു. രഥം, അശ്വം, കോശങ്ങൾ എല്ലാം മഹത്തായിട്ട് കൊടുത്തയച്ചു. 64 ഐരാവത കുലത്തിൽ ജനിച്ച വെള്ളാനകളെയും 40 ആനകളെയും അവിടേക്ക് ദ്വാരകയിലേക്ക് അയച്ചു. പിന്നീട് ഭഗവാൻ സ്വർഗത്തിലേക്ക് ചെന്ന് അതിഥിയുടെ കുണ്ടലങ്ങളും മറ്റ് വരുണന്റെ ഛത്രവും എല്ലാം ഇന്ദ്രന് തിരിച്ചേൽപ്പിച്ചപ്പോൾ ഇന്ദ്രൻ ഭഗവാനെ സത്യഭാമയോടുകൂടി പൂജിച്ചു. ഇന്ദ്രാണിയോടുകൂടെ ഇന്ദ്രൻ പൂജിച്ചു. അതിനുശേഷം ഭഗവാൻ തിരിച്ചു പോകുമ്പോൾ സത്യഭാമയാൽ പ്രേരിതനായിട്ട് അവിടുന്ന് ഒരു പാരിജാതം പറിച്ച് ഗരുഡന്റെ പുറത്ത് വെച്ചു. ആ സമയത്ത് വിഡ്ഢികളായിട്ടുള്ള ഇന്ദ്രാദി ദേവന്മാർ ഭഗവാനോട് യുദ്ധത്തിന് വന്നു. ഭഗവാൻ അവരെ ജയിച്ചുകൊണ്ട് പുരത്തിലേക്ക് ആ പാരിജാതത്തെ മടക്കിക്കൊണ്ടുവന്നു. സത്യഭാമയുടെ ഗൃഹോദ്യാനത്തിൽ ശോഭനമാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. ആ പാരിജാത പൂക്കളിലേക്ക് ആകൃഷ്ടരായി സ്വർഗത്തിൽ നിന്ന് തന്നെ ഭ്രമരങ്ങൾ അനുഗമിച്ചു. ഏതൊരു ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് കിരീടത്തിന്റെ അഗ്രഭാഗം മുട്ടിച്ചുകൊണ്ട് ദേവന്മാർ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദസ്പർശം ചെയ്തുകൊണ്ട് അവരുടെ കാര്യസാധ്യത്തിനായി അപേക്ഷിച്ചുവോ, അതേ ഇന്ദ്രാദി ദേവന്മാർ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ, സിദ്ധാർത്ഥരായപ്പോൾ ഏതേന വിഗൃഹ്യത്തെ, ആ ഭഗവാനോട് തന്നെ വിഗ്രഹം ചെയ്യുന്നു. സുരാണാം തമഹ മഹാൻ അഹോ. സുരന്മാരുടെ തമസ്, അജ്ഞാനം മഹത്ത് തന്നെയാണ്, ഒട്ടും മോശമല്ല. ദിഗാഢ്യത, അവരുടെ ആഢ്യ സ്വഭാവം, അവരുടെ ഗർവം, അവരുടെ അഭിമാനം നിന്ദ്യമായിട്ടുള്ള ദുരഭിമാനമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞ് ശ്രീശുക ബ്രഹ്മർഷി ദേവന്മാരെ പരിഹസിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഏകസ്മിൻ മുഹൂർത്തെ, ഒരേ മുഹൂർത്തത്തിൽ നാനാകാരേഷു, നാനാഗൃഹങ്ങളിൽ വെച്ച് താഹാ സ്ത്രീയ യഥാ ഉപയേമേ, ആ സ്ത്രീകളെ 16,000 പേരെ വിധിപ്രകാരം യഥാവിധി ഉപയമിച്ചു. അത്രയും രൂപം ധരിച്ചുകൊണ്ട് ഭഗവാൻ താവത് രൂപധരോ അവ്യയ, താവത് രൂപധര, അത്രയും രൂപങ്ങൾ എടുത്തുകൊണ്ട്. അത്രയും രൂപങ്ങൾ എടുക്കുമ്പോൾ ആദ്യത്തെ രൂപത്തിന് വല്ല വ്യയവും സംഭവിക്കുമോ? ആദ്യത്തേത് തേഞ്ഞ് പോകുമോ? 1 കിലോ സ്വർണത്തിൽ നിന്ന് അനേക ആഭരണങ്ങൾക്ക് സ്വർണം എടുത്തുകൊണ്ടിരുന്നാൽ അവസാനം 1 കിലോ സ്വർണം കാലിയാവും, അല്ലേ? അതുപോലെയാണോ ഭഗവാൻ? അല്ല. ഭഗവാൻ ഒരു വിളക്കിൽ നിന്ന് അനേക വിളക്കുകൾ കൊളുത്തിയാലും ആദ്യത്തെ വിളക്കിന് ഒരു വ്യയവും സംഭവിക്കുന്നില്ല. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഇതുപോലെ ആദ്യത്തെ കൃഷ്ണനിൽ നിന്ന് ഓരോ
16,000 കന്യകമാരിൽ ഓരോരുത്തർക്കും വേണ്ടി ഓരോ കൃഷ്ണൻ പുറത്തേക്ക് വരുമ്പോഴും പഴയ കൃഷ്ണൻ അവിടെ തന്നെ അവ്യയനായി തന്നെ ഇരിക്കുന്നു. ഉണ്ടായ ഓരോ കൃഷ്ണന്മാരും അവ്യയന്മാർ തന്നെ. അവർക്കൊന്നും ഒരു വ്യയവും ഒരു നാശവും ഒരു ച്യുതിയും ഒരു കുറവും ഇല്ല. എല്ലാവരും പൂർണ്ണരായിട്ടുള്ള കൃഷ്ണന്മാർ എന്ന് അർത്ഥമാണ്. അപ്പോൾ 16,008 കൃഷ്ണന്മാർ ഇപ്പോൾ ദ്വാരകയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയും വേണമെങ്കിൽ ഇനിയും ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ 16,008 കല്യാണം കഴിച്ചിട്ടുള്ളൂ. 16,008 രൂപമേ ഭഗവാൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 16,009 ഒന്ന് പറ്റില്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അവർക്കിട്ടൊരു കൊട്ടു കൊടുക്കാനാണ് 16,108 എന്ന് ചിലയിടത്ത് പറഞ്ഞത്. ഇനി 208 എന്നോ 17,008 എന്നോ 20,008 എന്നോ 1,08,008 എന്നോ പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലാവാൻ ഭഗവാന് ഒരു കുറവും സംഭവിക്കില്ല. അവ്യയനാണ്. ഈ ലോകത്തിൽ എത്ര ജീവന്മാരുണ്ടോ അത്രയും ജീവന്മാരുടെ ആത്മാവായി എല്ലാവരുടെ ഉള്ളിലും എല്ലാ ശരീരങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഒരേ ഭഗവാനാണ്. എന്നിലും നിങ്ങളിലും എല്ലാവരിലും, നമ്മളെ വിദ്വേഷിക്കുന്നവരിലും നമ്മൾ അങ്ങോട്ട് വിദ്വേഷിക്കുന്നവരിലും എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് വാസ്തവത്തിൽ ഒരേ ഭഗവാനാണ്. ഈ തത്വം അറിയുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷത്തിന്റെ ശക്തി കുറയുന്നു. ഇത് കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും തോറും തത്രകോ മോഹക്ക ശോകഃ ഏകത്വം അനുപശ്യതഃ. അങ്ങനെയുള്ള ഒരാൾക്ക് ശോകഃ കമോഹഃ, ശോകമോഹങ്ങൾ എവിടുന്ന്? കാരണം എല്ലായിടത്തും ഏകത്വത്തെ നിരന്തരം ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അവന് യാതൊരു ഭ്രമവും ഇല്ല. എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഭഗവാൻ തന്നെയാണ്. സ്വർണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെ, വെള്ളത്തിൽ നിന്നുണ്ടായിട്ടുള്ള തരംഗങ്ങളെല്ലാം വെള്ളം തന്നെ, മണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ എന്ന പോലെ ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതെല്ലാം ഭഗവാൻ തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉറപ്പിക്കേണ്ട ആശയം. തുടർന്ന് നമ്മൾക്ക് 3 ശ്ലോകങ്ങൾ കൂടി കാണാം ഈ അധ്യായത്തിലെ. ഗൃഹേഷു താസാം അനപായ്യതർക്യകൃത് നിരസ്തസമ്യാതിശയേഷ്വവസ്ഥിതഃ രേമേ രമാഭിർ നിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹകമേദികാൻ ചരൻ. ഗൃഹേഷു താസാം അനപായി അതർക്യകൃത് നിരസ്തസാമ്യാതിശയേഷ്വവസ്ഥിതഃ രേമേ രമാഭിർ നിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹകമേദികാൻ ചരൻ. ഇപ്പോ ഗൃഹേഷു താസാം, താസാം ഗൃഹേഷു, താസാം എന്താ പറയുക, കന്യകാനാം 16,000 കന്യകമാരുടെ എല്ലാം 16,008 ഭാര്യമാരുടെയും അവരുടെ ഗൃഹേഷു ഗൃഹങ്ങളിൽ അനപായി. അനപായി എന്ന് പറഞ്ഞാൽ അപായമില്ലാത്തവൻ. അപായം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പാണ്. ഗ്യാപ്പില്ലാത്തവനായിട്ട്, പിരിയാത്തവനായിട്ട്, എപ്പോഴും കൂടെ ഇരിക്കുന്നവനായിട്ട് എന്നർത്ഥം. അപ്പോൾ അനപായിയായിട്ട്, പിരിയാതിരിക്കുന്നവനായിട്ട്, അതർക്യകൃത്ത്, അതർക്യങ്ങളെ ചെയ്യുന്നവനായിട്ട്, ഇപ്പോൾ എന്തായി അതർക്യകൃത്ത്, അതർക്യങ്ങൾ ചെയ്യുന്നവൻ അതർക്യകൃത്ത് എന്നുവെച്ചാൽ ഏറ്റവും നല്ല കാര്യങ്ങളെ ചെയ്യുന്നവൻ എന്നെടുക്കാം. തർക്യകൃത്തിന്റെ ഓപ്പോസിറ്റാണ് അതർക്യകൃത്ത്. തർക്യം എന്ന് പറഞ്ഞാൽ തർക്ക വിഷയങ്ങൾ,
സംശയമുണ്ടാക്കുന്ന, കൺഫ്യൂസിങ് ആയിരിക്കുന്ന, സാധാരണ ജീവിതത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ, സദാചാരത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളത്. അപ്പോൾ അതർക്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമി എന്തെല്ലാം ധർമ്മം ചെയ്യണോ ആ ധർമ്മങ്ങളെ ചെയ്യുന്നവനായിട്ട് എന്നർത്ഥം. അവിടെ അതർക്യകൃത് അവസ്ഥിത, അവിടെ വസിക്കുന്നവനായി ഗാർഹകമേദികാൻ ചരന്. ഗാർഹകം ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച മേദികങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മങ്ങൾ, ധർമ്മങ്ങൾ എന്നർത്ഥം. ഇപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ ചെയ്യുന്നവൻ, ആചരന് ചരിക്കുന്നവനായിട്ട്. അപ്പൊ ഇവിടെ താസാം എന്ന് പറഞ്ഞവിടെയാണ് വിശേഷം നിരസ്ത സാമ്യാതിശയേഷു. താസാം ഇവരുടെ ഗൃഹങ്ങളെ വിശേഷിപ്പിച്ചതാണ്. ഗൃഹേഷു എന്ന് പറഞ്ഞില്ലേ, നിരസ്ത സാമ്യാതിശയേഷു ഗൃഹേഷു. ഓരോരുത്തരുടെ ഗൃഹങ്ങളും ഒരുപോലെ എന്ന് പറയാനാണ് സാമ്യവും അതിശയവും നിരസിച്ചത്. നിരസിക്കപ്പെട്ട സാമ്യം, നിരസിക്കപ്പെട്ട അതിശയം. അവിടെ മറ്റുള്ളവരുടെ ഗൃഹങ്ങൾ ഇതിനോടൊന്നും സമമല്ല എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭാര്യമാരിൽ നിന്ന് അന്യരായിട്ടുള്ളവരുടെ ഭാര്യമാരുടെ അല്ലെങ്കിൽ അന്യ മനുഷ്യരുടെ ഗൃഹങ്ങളൊന്നും ഭഗവാനോട് സാമ്യമായിട്ടുള്ളതല്ല, അത്രയും യോഗ്യമായിട്ടുള്ളത് എന്നർത്ഥം. താരതമ്യമില്ലാത്തത്. അതിനെ അതിശയിക്കാനും മറ്റ് ഗൃഹങ്ങളില്ല. അപ്പോൾ ഓരോന്നും എന്താ പറയുക, ഗംഭീരങ്ങൾ, താരതമ്യമില്ലാത്തതും അതിനേക്കാൾ ശ്രേഷ്ഠമായതില്ലാത്തതും, ഏറ്റവും ഉത്തമങ്ങളായത്. അപ്പോൾ ഓരോ ഭാര്യമാർക്കും സന്തോഷം നൽകുന്നത് എന്നർത്ഥം. ആശ്ചര്യത്തോടുകൂടി, അനന്യസാധാരണമായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടിയത്. അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ, അവരുടെ ഗൃഹങ്ങളിൽ പിരിയാത്തവനായി എല്ലാ ധർമ്മങ്ങളെയും അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായി ഇതരഹ യഥാ, ഒരു ഇതരനെ പോലെ, ഇതരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യനെ പോലെ നിജകാമ സംപ്ലുത രമാഭിഹി രേമേ. നിജകാമ സംപ്ലുത, തൻ്റെ കാമങ്ങളെ സാധിക്കുന്നതിൽ മുഴുകുന്നവനായിട്ട്. ഒരു ഗൃഹസ്ഥാശ്രമൻ എന്തിനാണ് ഗൃഹസ്ഥാശ്രമി ആവുന്നത്? അയാൾക്ക് കാമങ്ങളുള്ളത് കൊണ്ടാണ്. കാമങ്ങളില്ലാത്തവർ നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കാം. അപ്പോൾ വിവാഹം കഴിക്കണം, സന്താനലാഭം ഉണ്ടാവണം, അങ്ങനെയുള്ള ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കണം, ഒരു ഗൃഹസ്ഥാശ്രമിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിക്കണമെന്ന് കാമം ഉള്ളവർക്കുള്ളതാണ് ഗൃഹസ്ഥാശ്രമം. സകാമികൾക്കുള്ളതാണ് ഗൃഹസ്ഥാശ്രമം. നിഷ്കാമന്മാർക്കുള്ളത് വാനപ്രസ്ഥ സന്യാസാശ്രമങ്ങളാണ് ഇവിടുന്ന് ബ്രഹ്മചര്യത്തിൽ നിന്ന്. അപ്പോൾ ഓരോരോ ആ വാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടി കർദമ പ്രജാപതി ചെയ്തതുപോലെ, മറ്റ് പ്രജാപതിമാരെല്ലാം ചെയ്ത് കാണിച്ചു തരും പോലെ, പ്രാജാപത്യം എന്നുള്ളത് കാമനകൾ തീർക്കാനുള്ള ആശ്രമം കൂടിയാണ്. അപ്പോൾ അതാണ് നിജകാമ സംപ്ലുത. തൻ്റെ കാമങ്ങളിൽ, തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നവനായിട്ട്, അതിലെല്ലാം മുഴുകിയവനായിട്ട്, ലൗകികനെ പോലെ. കാണുന്നവർക്ക് ഭഗവാൻ ലൗകികനാണ്. ഭാര്യമാരുടെ കൂടെ ശൃംഗാര ഭാവങ്ങളൊക്കെ ഭാവിച്ചുകൊണ്ടും, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ലാളിച്ചുകൊണ്ടും കൊഞ്ചിച്ചുകൊണ്ടും അവരെ തലയെ കയറ്റിയിരുത്തും, അവർക്ക് വേണ്ടി ആന കളിച്ചുകൊണ്ടും, അല്ലേ, പല എന്തൊക്കെയാണോ ഒരു ഗൃഹസ്ഥൻ ചെയ്യുന്നത് അതൊക്കെ ചെയ്തുകൊണ്ട്. അതാണ് ഇവിടെ നിജകാമ സംപ്ലുത. അങ്ങനെ രമാവിഹീരേമേ, രമകളോടുകൂടെ, രമകളെന്നാൽ സുന്ദരികളായ സ്ത്രീകൾ, കാന്തകൾ, രമിപ്പിക്കുന്നവർ, ഭഗവാനെ രമിപ്പിക്കുന്നവരായ, ഭഗവാനെ സന്തോഷിപ്പിക്കുന്നവരായ സ്ത്രീകളോടുകൂടെ ഭഗവാനും രമിച്ചു. അപ്പോൾ കാണുന്നവർക്ക് ഭഗവാൻ ഇങ്ങനെ വലിയൊരു സംസാരിയെ പോലെ തോന്നും. എത്ര 16,008 ഭാര്യമാര്, അവർക്കൊക്കെ 10 മക്കളും ഇനിയിപ്പോൾ ജനിക്കാൻ പോണു, 10 ആൺമക്കളും ഓരോ പെൺകുട്ടികളും. അപ്പോൾ ലോകൈക അല്ലെ, ത്രിലോകീ ഗൃഹസ്ഥൻ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ നാടകമാണിതെല്ലാം. രമിക്കുന്നതെല്ലാം നാടകം. നന്നായി ചെയ്യേണ്ട ഭഗവാൻ ഈ റോള്. ഗൃഹസ്ഥാശ്രമധർമ്മം ലോകത്തിന് കാണിച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ, ഭാര്യമാരുടെയൊക്കെ ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം ഒരു ഗൃഹസ്ഥനായി ലീല ചെയ്യുകയാണ്.
ഗൃഹേഷു താസാം അനപായി അതർക്യകൃത് നിരസ്തസാമ്യാതിശയേഷ്വസ്ഥിതഃ രേമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹകമേദിഗാൻ ചരൻ. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേദിതയാനുരാഗഹാസാവലോക നവസംഗമജൽപലജ്ജാഃ. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേദിതയാനുരാഗഹാസാവലോക നവസംഗമജൽപലജ്ജാഃ. അപ്പോ യദീയാം പദവീം ബ്രഹ്മാദയഃ അപീന വിദുഃ. യദീയാം പദവീം, പദവി എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് യദീയാം എന്ന വിശേഷണം. യാതൊരുവനെ സംബന്ധിച്ച പദവി എന്നാണ്. ഏതൊരു ഭഗവാനെ സംബന്ധിച്ച പദവി, ഏതൊരു ഭഗവാന്റെ അവസ്ഥ. ഈ ഭഗവാന്റെ ഉള്ളെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? പുറമേ കാണുന്ന നാടകങ്ങൾ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. വാസ്തവത്തിൽ ഭഗവാൻ ഇതൊക്കെ അഭിനയിക്കുമ്പോഴും നല്ല ഗൃഹസ്ഥനായി എല്ലാ എന്താ പറയുക സംഘമുള്ളവനെ പോലെ ആസക്തനെ പോലെ കഴിയുന്നു. അല്ലേ? ഭഗവാൻ ഗീതയിൽ തന്നെ ഉപദേശിക്കുന്നതും അതുതന്നെയാണ്. മറ്റുള്ളവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് രമിക്കൂ. ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരേ. ഓരോരുത്തരും ചെയ്യുന്ന ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഒരു അജ്ഞാനിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ പെട്ടെന്ന് അവനെ ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അല്ലേ? ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു അമ്മാത്തിട്ട് എത്തിയതും ഇല്ല എന്നുള്ള മാതിരി രണ്ടും കെട്ടവനാക്കരുത്. ഇപ്പം അവൻ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കാൻ അവനെ ആദ്യം ഇരിപ്പുറപ്പിക്കുക, പ്രേരിപ്പിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് പദവിയൊക്കെ എണീക്കാൻ വേണ്ട വിദ്യയും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഭഗവാനും ഈ പ്രാകൃത മനുഷ്യനെ പോലെ ഗൃഹസ്ഥനായി കഴിയുമ്പോൾ കാണുന്നവർക്കൊക്കെ അദ്ദേഹം സംസാരി. അതാണ് ഇവിടെ യദീയാം പദവിയും. ഏതൊരുവന്റെ യഥാർത്ഥ അവസ്ഥയെ, സ്വരൂപത്തെ അല്ലെങ്കിൽ മാർഗത്തെ അദ്ദേഹം എന്തിന് ഭാവിച്ചാണ് ഇതെല്ലാം എന്ന് ചോദിക്കാം. അപ്പോൾ ആ ഭഗവാന്റെ ഭാവത്തെ ബ്രഹ്മാദയഃ അപി ന വിദുഃ, ബ്രഹ്മാദി ദേവന്മാർ പോലും ന വിദുഃ അറിയുന്നില്ല. അവർ പോലും മോഹിച്ചു പോകും ഭഗവാന്റെ ഈ ലീലകളിൽ. അങ്ങനെയുള്ള ഭഗവാൻ താഹാ സ്ത്രീയ, ആ സ്ത്രീകളെ തൻ്റെ ഭാര്യമാരെ രമാപതിം ഇത്തം പതിം അവാപ്യ, ആ സ്ത്രീകള് രമാപതിയെ ലക്ഷ്മീപതിയായ ഭഗവാനെ ഇത്തം പതിം അവാപ്യ ഇപ്രകാരം ഭർത്താവായി പ്രാപിച്ചിട്ട് അവിരതം ഏതിദയാമുദ, ആ വിരതം വിരതി കൂടാതെ വിത്തൗട്ട് എനി ഇന്റർവെൽ, ബ്രേക്കില്ലാതെ കണ്ടിന്യൂസ് എന്ത് ഏതിദയാമുദ വർദ്ധിച്ച സന്തോഷത്തോടുകൂടെ ഓരോ നിമിഷവും ഈ സ്ത്രീകൾക്ക് സന്തോഷം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ്? വിവാഹ ജീവിതം ആദ്യത്തെ ദിവസങ്ങൾ നല്ല ഹണിമൂണാണ് അല്ലേ? അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ആ മധുരം കുറഞ്ഞു 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 വരും. പിന്നെ കയ്പ് നിറഞ്ഞതായി മാറും. അകലം കൂടി 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 വരും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആ സ്ത്രീകൾക്ക് ഭഗവാനോട് ഏതിദയാമുദ, ഓരോ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന മോദം, സന്തോഷത്തോടു കൂടിയിട്ട്. കാരണം ആനന്ദസ്വരൂപനാണ് ഭഗവാനെ. ഭഗവാൻ ഈ സ്ത്രീകളിൽ നിന്ന് എന്തെങ്കിലും അപേക്ഷിക്കുന്ന ആളല്ലേ? എന്തുകൊണ്ടാണ് മറ്റ് സാധാരണക്കാരുടെ വിവാഹ ബന്ധങ്ങള് പതുക്കെ പതുക്കെ അതിൻ്റെ ഊഷ്മളത കുറയുന്നത്?
അതിൻ്റെ മാധുര്യം കുറയുന്നത് എന്നാണെങ്കിൽ രണ്ടുപേരും പരസ്പരം എന്ത് കിട്ടും എന്ന് മത്സരിക്കുകയാണ്. ഇയാളിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്ന് രണ്ടുപേരും മത്സരിക്കുമ്പോൾ രണ്ടും ദരിദ്രവാസികളാണ്. രണ്ടുപേരുടെയും കയ്യിലിരിപ്പൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ ഒരാളുടെ കയ്യിൽ തരാനുള്ളതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ വേണ്ടാതെയാവും, മടുത്തു പോകും. അപ്പൊ എന്ത് കിട്ടും എന്നല്ല നോക്കേണ്ടത്, എന്ത് കൊടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ഏത് റിലേഷൻഷിപ്പും നിലനിൽക്കണമെങ്കിൽ കൊടുത്തുകൊണ്ടേയിരിക്കുക ഉള്ളതിനനുസരിച്ച്. ഇപ്പൊ നമുക്ക് സ്നേഹം കൊടുക്കാൻ, മനസ്സ് കൊടുക്കാൻ ഒരു മടിയും വേണ്ട. മെറ്റീരിയൽസ് കൊടുക്കാനാണ് നമുക്ക് പ്രശ്നമുള്ളത്. മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ കഴിഞ്ഞു പോകും. നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ധനമേ ഉള്ളൂ, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ എങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കൊടുത്തു കഴിയും, തീർന്നു പോകും. അതല്ല കൊടുക്കേണ്ടത് നമ്മുടെ സ്നേഹമാണ് കൊടുക്കേണ്ടത്, മനസ്സാണ് കൊടുക്കേണ്ടത്. നല്ല വാക്കുകൾ കൊടുക്കാം, നല്ല നോട്ടം കൊടുക്കാം, നല്ല പ്രോത്സാഹനം കൊടുക്കാം, ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യാം. ഇതൊക്കെ ആ പരസ്പരമുള്ള സ്നേഹത്തെ, ഊഷ്മളതയെ വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റേയാൾക്ക് പറയാനുള്ളത് ചെവി കൊടുത്ത് കേൾക്കുക എന്നുള്ളത് തന്നെ വലിയൊരു എന്താ പറയുക, സ്നേഹപ്രകടനമാണ്. ഇന്നിപ്പോൾ ആർക്കും അങ്ങോട്ട് കേൾക്കാൻ സൗകര്യമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചിലർ. അപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവർക്ക് പറയാനുള്ളത് അനുവദിച്ചു കൊടുത്ത് കേൾക്കാൻ ഒരാളെങ്കിലും തയ്യാറാവണം. കുറെ കഴിയുമ്പോൾ അവർക്ക് പറയാനുള്ളത് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരും. നല്ല ഒരു ശ്രോതാവാകുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ. അപ്പൊ ഇതൊക്കെയാണ് വേണ്ടത്. ഇതാണ് ഭഗവാൻ ചെയ്തത്. ഭഗവാൻ ഇവരെ സന്തോഷിപ്പിച്ചത് അവരുടെ എല്ലാ എന്താ പറയുക തമാശകളും ശൃംഗാരങ്ങളും ചേഷ്ടകളും ഒക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതിന് തിരിച്ച് ഭഗവാനും അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി. വേറെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവുക. ഭഗവാൻ കൊടുത്തത് സ്നേഹം, നല്ല അവർക്ക് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലാതെ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ അല്ല. ഫിസിക്കൽ പ്ലഷേഴ്സ് അത് പെട്ടെന്ന് നശിക്കുന്നതും നമ്മളെ നശിപ്പിക്കുന്നതും നമ്മളെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നതുമാണ്. ഇമോഷണലായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ആ ഒരു സന്തോഷം, ഒന്ന് പ്ലഷർ, മറ്റൊന്ന് ഹാപ്പിനെസ് അല്ലെങ്കിൽ ആനന്ദം. അപ്പോൾ ഏത് കൊടുത്താലാണത് എന്നും നിലനിൽക്കുക, കൂടുതൽ ദൈർഘ്യം നിലനിൽക്കുക? ഇമോഷണലായിട്ടുള്ള ആ ഒരു സ്നേഹമാണ്. അതാണ് ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവര് അല്ലേ, മുദാ ഏതിദയാ മുദാ അനുരാഗ ഹാസ അവലോകന നവ സംഗമ ജൽപ ലജ്ജാഹ ബേജുഹു. ബേജുഹു എന്ന് പറഞ്ഞാൽ ഭജിച്ചു. ആരെ ഭജിച്ചു? ഭഗവാനെ ഭജിച്ചു. ഭജിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക. ഭജ് സേവായാം. ഭഗവാനെ സേവിച്ചു. എങ്ങനെയൊക്കെ സേവിച്ചു? അനുരാഗഹാസം, അനുരാഗപൂർവമായ മന്ദഹാസം, അതുപോലെ അവലോകനം, അവലോകം, നോട്ടം, അനുരാഗപൂർവമായ നോട്ടം, അതുപോലെ നവസംഗമ ജൽപ ലജ്ജ. നവസംഗമം എന്ന് പറഞ്ഞാൽ എപ്പോൾ കണ്ടാലും ഒരു പുതിയതായിട്ട് കണ്ട പോലെയുള്ള ഒരു ഫീല്, എപ്പോഴും ഒരു നവീനത നിലനിർത്തുക, ഫ്രഷ്നെസ് ഉണ്ടായിരിക്കുക. വിവാഹ സമയത്ത് എന്തൊരു സ്നേഹഭാവം ഉണ്ടായിരുന്നുവോ അതേ ഭാവം എന്നും നിലനിർത്താനായിട്ട് സാധിച്ചാൽ ആ ദാമ്പത്യം എന്താ പറയുക, ഉത്തമം, വിജയിച്ചോ എന്നർത്ഥം. അപ്പം അങ്ങനെ ആ നവസംഗമം, എപ്പോഴും ആ നവസംഗമ ഭാവത്തോടുകൂടെ ജൽപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തമാശ പറയുക, നേരം പോക്ക് പറയുക. ലജ്ജ എന്ന് പറഞ്ഞാൽ ലജ്ജയോടും, ഒരു ലജ്ജ സ്ത്രീകളുടെ ഒരു സൗന്ദര്യമാണ്. സ്ത്രീകൾക്ക് സൗന്ദര്യം കൂട്ടുന്ന ഒരു ഘടകമാണ് ലജ്ജ എന്നുള്ളത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും അതാണ്.
അവർ പൗരുഷം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ സ്ത്രൈണത കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്തായാലും ലജ്ജ എന്നുള്ള ആ ഭാവവും എല്ലാം ഭജിച്ചു സേവിച്ചു. ഇപ്പൊ ഭഗവാനെ അവര് ഏതൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുമോ അവരുടെ പ്രകടനങ്ങൾ ആ രീതിയിലായിരുന്നു എന്നറിയാം. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഹ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേതി ദയാനുരാഗഹാസാവലോക നവസംഗമജൽപലജ്ജാഃ. എല്ലാ ദമ്പതികൾക്കും മാതൃകയായിക്കൊണ്ട് ഭഗവാൻ തൻ്റെ പത്നിമാരെ എങ്ങനെ സന്തോഷിപ്പിച്ചു, ആ പത്നിമാരും ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ കൊണ്ടാവുന്ന പോലെ സന്തോഷിപ്പിക്കാൻ അവരുടെ ബെസ്റ്റ് അവർ ഭഗവാന് സമർപ്പിച്ചു. ഈ ഒരു സമർപ്പണ ആറ്റിറ്റ്യൂഡാണ് ദമ്പതികൾക്ക് പരസ്പരം വേണ്ടത്. എൻ്റെ കയ്യിലുള്ളതെല്ലാം അങ്ങേക്കുള്ളതാണ് എന്ന ഭാവത്തിൽ ആ ഒരു ഏറ്റവും നല്ലത് കൊടുക്കാനായിക്കൊണ്ട് എപ്പോഴും ശ്രമിക്കുക. ഇതാണ് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കൂ, അല്ലേ? നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പ്രത്യുൽഗമാസനവരാർഹണപാദസൗജതാംബൂല വിശ്രമണ വീജനഗന്ധമാല്യൈഃ കേശപ്രസാര ശയനസ്നപനോപഹാര്യൈഃ ദാസീശതാ അപി വിഭോർവിദധുസ്മദാസ്യം. പ്രത്യുദ്ഗമാസനവരാർഹണപാദസൗജതാംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈഃ കേശപ്രസാരശയനസ്നപനോപഹാര്യൈഃ ദാസീശതാ അപി വിഭോർവിദധുസ്മദാസ്യം. അപ്പോ ഈ ദേവിമാര്, സ്ത്രീകള് ഭഗവാനെ എങ്ങനെയൊക്കെ സേവിച്ചു എന്ന് പറയണ. ഇവർക്ക് ഓരോരുത്തർക്കും 100 ദാസികൾ ഉണ്ടെങ്കിലും ഭഗവാനെ ശുശ്രൂഷിക്കാൻ അവര് ദാസിമാരായി, സ്വയം ദാസിമാരായി ഭഗവാനെ സേവിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഓരോരുത്തരും ആ ഭഗവാനെ ഉപചരിക്കാൻ, പൂജിക്കാൻ ഭാഗ്യവതികളായി, പ്രത്യക്ഷമായി ഭഗവാനെ പൂജിക്കാൻ ഭാഗ്യം ലഭിച്ചവരായി എന്ന് പറയണം. അപ്പൊ ഏതൊക്കെ രീതിയിലാണ്? താഹ എന്ന് പറഞ്ഞാൽ അവർ, ആ സ്ത്രീകൾ, പ്രത്യുദ്ഗമ ആസന വരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈഃ. പ്രത്യുൽഗമ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടുന്നെങ്കിലും വരണു, ഗൃഹത്തിലേക്ക് വരുമ്പോ എഴുന്നേറ്റ് എതിരേറ്റ് ഓടിച്ചെല്ലുക, അല്ലേ? പൂമുഖവാതിൽക്കൽ നിന്നാൽ മാത്രം പോരാ, അല്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യയാണ്. ഇവിടെ അങ്ങനെയല്ല, എതിരേറ്റ് ഓടിച്ചെന്ന് സ്വീകരിക്കുക. അത് അവിടുത്തെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം. എങ്കിലും പ്രത്യുൽഗമം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഭാവമാണ്. പരസ്പരമുള്ള ഒരു അടുപ്പത്തെ, ആകർഷണത്തെ ഒക്കെ കൂട്ടുന്നതായിട്ടുള്ളൊരു ഭാവമാണ്, അകലമില്ലാതെ. മറ്റത് നമ്മൾ കണ്ട ഒരാൾ വരണു നമ്മുടെ ഗൃഹത്തിലേക്ക്, നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ അഹങ്കാരമാണ് നിൽക്കുന്നത്. നമ്മൾ ബലം പിടിച്ച് നിൽക്കുമ്പോൾ അഹങ്കാരം കൊണ്ടാണ് നിൽക്കുന്നത്. ആ അഹങ്കാരം ഇല്ലാതെ ആവലാണ് എതിരേറ്റ് പോകുമ്പോൾ ഉണ്ടാവുന്നത്. പരസ്പരമുള്ള ആ ഒരു അടുപ്പം കൂടുകയാണ്, അഹങ്കാരത്തിന്റെ തടസ്സമില്ലാതെ ചേരുകയാണ്. അപ്പൊ ആര് വരുമ്പോഴും നമുക്ക് ബഹുമാനമുള്ളവർ, സ്നേഹമുള്ളവർ എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കേണ്ടവർ, അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രത്യുൽഗമം ചെയ്യുക എന്നുള്ളത് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഗുണമാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ ക്ഷീണിച്ച് വരികയായിരിക്കും, അവരുടെ കയ്യിൽ ചിലപ്പോൾ വല്ല സാമഗ്രികളൊക്കെ ഉണ്ടാവും, ചുമന്നുകൊണ്ട് വരികയായിരിക്കും.
അതിനെയൊക്കെ പോയി ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അവരെ റിലാക്സ് ചെയ്യിക്കുക. ഏത് രീതിയിലാണോ അവരെ സ്വീകരിക്കേണ്ടത് ആ രീതിയിൽ കെട്ടിപ്പിടിക്കേണ്ടവരെ കെട്ടിപ്പിടിക്കാം, കൈ കൊടുക്കേണ്ടവരെ കൈ കൊടുക്കാം, നമസ്കരിക്കേണ്ടവരെ നമസ്കരിക്കാം. പല രീതിയിലാണ്, അതാത് സ്ഥാനത്തിനനുസരിച്ച്. പ്രത്യുദ്ഗമ ആസനം. ആസനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കയറി വരുമ്പോഴേക്കും ഭഗവാൻ ഇരിക്കാനുള്ള ആസനമൊക്കെ തയ്യാറായി നല്ലോണം ഒരുക്കി ഇട്ട് കൊടുക്കും, നല്ല ആസനം. അങ്ങനെ ആസനം. വരാർഹണം. വരാർഹണം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ പൂജ. എന്താണ്? അർഘ്യപാദ്യാദികൾ, കാല് കഴുകാനും കൈ കഴുകാനും മുഖം കഴുകാനും ഒക്കെ വെള്ളം കൊടുക്കുക, കുടിക്കാനുള്ള മധുര വെള്ളം കൊടുക്കുക. ഇതൊക്കെയാണ് പൂജ, ആദ്യത്തെ പൂജ. അതാണ് വരാർഹണം. അപ്പോൾ ആസനം കൊടുക്കുക, വരാർഹണം ചെയ്യുക. പാദശൗചം, കാല് കഴുകി കൊടുക്കുക. താമ്പൂലം, താമ്പൂലാദികൾ കൂട്ടിക്കൊടുക്കുക. വിശ്രമണം, നല്ല കാല് തലോടിക്കൊടുത്തും മറ്റുമൊക്കെ വിശ്രമിക്കാനായിക്കൊണ്ട് സഹായിക്കുക. വീജനം, വീശിക്കൊടുക്കുക. ഉഷ്ണിക്കുന്ന സന്ദർഭങ്ങളിൽ വ്യജനം കൊണ്ട് വീജനം ചെയ്തു കൊടുക്കുക, വീശിക്കൊടുക്കുക. ഗന്ധം, നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുരട്ടിക്കൊടുക്കുക, ചന്ദനാദികളൊക്കെ പൂശിക്കൊടുക്കുക. മാല്യം, നല്ല മാലകളൊക്കെ ചാർത്തിക്കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഭഗവാനെ അവര് പൂജിച്ചു. ഭഗവാൻ തിരിച്ചും ചെയ്യും, ഭഗവാനും തിരിച്ച് അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അതെന്തൊക്കെയാ ചെയ്യണ? കേശപ്രസാര ശയന സ്നപനോപഹാര്യൈഹി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് കേശപ്രസാര ശയന സ്നപന ഉപഹാര്യൈഹി. കേശപ്രസാരം എന്ന് പറഞ്ഞാൽ തലമുടിയൊക്കെ ഒന്ന് പ്രസരിപ്പിച്ച് ഇങ്ങനെ വീശി വേർപെടുത്തി അതിനെ നല്ലതുപോലെ ചീകി ഒതുക്കി കെട്ടിക്കൊടുക്കുക. അത് ഭഗവാന് ഭാര്യമാരും കെട്ടിക്കൊടുക്കും, തിരിച്ച് ഭഗവാനും ചെയ്തു കൊടുക്കും. അങ്ങനെ കേശപ്രസാരം. ശയനം, മെത്തയൊരുക്കി കൊടുക്കും ഭഗവാന് കിടക്കാനായിട്ട്. അങ്ങനെ ശയനം, കിടക്കും. അതുപോലെ തന്നെ സ്നപനം. സ്നപനം കുളിപ്പിക്കലാണ്. ഇപ്പോൾ ഭഗവാന് കുളിക്കാനുള്ളതായിട്ടുള്ള സാമഗ്രികളൊക്കെ ഒരുക്കി കൊടുക്കും, എണ്ണ തേച്ച് കൊടുക്കും. സുഗന്ധദ്രവ്യങ്ങൾ കലർന്ന വെള്ളമൊക്കെ ഭഗവാന് മേലൊഴിച്ചു കൊടുക്കും. അങ്ങനെ സ്നപനാദികൾ, കുളിപ്പിക്കൽ. അതുപോലെ ഉപഹാര്യൈഹി, ഭക്ഷണാദി ഉപഹാരങ്ങളൊക്കെ നന്നായി ഉണ്ടാക്കി കൊടുക്കുക. ഭഗവാന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഉപഹാരങ്ങൾ സമർപ്പിക്കുക. അങ്ങനെ ആ വിഭോഹോ ദാസ്യം വിദതുഹു, വിഭുവിന് ദാസ്യത്തെ ചെയ്തു. ആര് ചെയ്തു? താഹ. എങ്ങനെയുള്ളവരാണ് താഹ? ദാസീശതാഹ, 100 ദാസികൾ ഓരോരുത്തർക്കും കൂടെയുള്ളവരായിട്ടും അവർ തന്നെ നേരിട്ട് ഭഗവാനെ ശുശ്രൂഷിച്ചു, പ്രത്യക്ഷമായി ഭഗവാനെ പൂജിച്ചു. അല്ലെ? ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന മേൽശാന്തിയെ പോലെ അവർ ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന മേൽശാന്തി രാവിലെ വാകച്ചാർത്ത് തുടങ്ങി രാത്രി തൃപ്പുക വരെ എങ്ങനെയാണോ ഭഗവാനെ സേവിക്കുന്നത്, അത് വെറും ഭഗവാന്റെ മൂർത്തിയെയാണ് സേവിക്കുന്നതെങ്കിൽ ഇവിടെ പ്രത്യക്ഷമായിട്ട് ഭഗവാനെ സേവിച്ച ഭാഗ്യവതികളാണ് ഈ 16,008 പേര്. ഓരോരുത്തരും 100 കണക്കിന് ഗുരുവായൂർ ശാന്തിമാരുടെ പുണ്യമുള്ളവർ എന്ന് പറയാം, അല്ലേ? ആയിരക്കണക്കിന് ശാന്തിമാരുടെ പുണ്യം പേറുന്നവരാണ് ഈ ഓരോ ഗോപികമാരും. ഗോപികളല്ല, ഇവിടെ ഭഗവാന്റെ പത്നിമാര്, ഭാഗ്യവതികൾ പ്രത്യക്ഷമായി ഭഗവാനെ ശുശ്രൂഷിച്ചു. ഭഗവാന്റെ ആ ഒരു ഗാർഹസ്ഥ്യത്തെക്കുറിച്ചാണ് ഈ ചുരുക്കി പറഞ്ഞത്. പ്രത്യുദ്ഗമാസനവരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈഹി കേശപ്രസാര ശയന സ്നപനോപഹാര്യൈഹി ദാസീശതാ അപി വിഭോർവിദതുസ്മദാസ്യം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പാരിജാതഹരണ നരകവധോ നാമ ഏകോനഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 60-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏതായാലും കുറച്ച് സമയമുണ്ട്, 1 മണി വരെ. അപ്പോൾ 60-ാം അധ്യായം ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തിലെ ഒരേട്, ഒരധ്യായം എന്നൊക്കെ പറയാം, ഒരു ഭാഗം.
എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ഭാര്യമാരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്, തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രണയകലഹാദികളൊക്കെ ഭഗവാൻ അഭിനയിച്ചത്, അതിൻ്റെയൊക്കെ ഒരു മാതൃകാ കഥയാണ് ഈ 60-ാമത്തെ അധ്യായം. ഇത് കർഹിച്ചിത് എന്ന് ആരംഭിക്കുന്നതുകൊണ്ട് ഈ അധ്യായത്തിന് കർഹിച്ചിത് അധ്യായം എന്നും പേര്. ഇവിടെ യഥാർത്ഥത്തിൽ രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള സംവാദമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. അതിൽ ഏറ്റവും വിശേഷം ഭഗവാന് രുക്മിണി കൊടുക്കുന്ന മറുപടിയാണ്. രുക്മിണിയുടെ ഭഗവാന് കൊടുക്കുന്ന ഭഗവാന്റെ ചില കളിയാക്കലുകൾക്ക് വളരെ ഗൗരവമേറിയ മറുപടി. രുക്മിണിയുടെ ഭഗവാനോടുള്ള ഭക്തി ഭാവം പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്ന രുക്മിണീ ദേവി തൻ്റെ വിവാഹ സന്ദർഭത്തിൽ 7 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രാഹ്മണന്റെ വശം ഭഗവാന് ദൂത് അയച്ചു. ആ 7 ശ്ലോകങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിരുന്നുവോ അത് അതിനേക്കാൾ ആഴത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രുക്മിണീ ദേവിക്ക് ഭഗവാനോടുള്ള പ്രേമത്തിന് അല്പം പോലും ഇളക്കം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അധികം ആയിട്ടുണ്ട്, എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി കാണിക്കുന്നതാണ് ഈ സംവാദം. ഇതിലൂടെ ഭഗവാന്റെ മാഹാത്മ്യം, ഭഗവാന്റെ തത്വം, ഇതാണ് രുക്മിണീ ദേവി പ്രകാശിപ്പിക്കുന്നതും. ആ രീതിയിൽ ഭഗവാനെ വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പതിയായി വരിക്കേണ്ടത്. ബാക്കിയുള്ള ലൗകികന്മാരായ പതികളെല്ലാം ഭഗവാൻ നമുക്ക് തൽക്കാലം തന്നിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം, വിഭൂതി എന്നൊക്കെ കാണാം. അവരൊന്നും ശാശ്വതമല്ല, അവർക്കൊക്കെ പരിമിതമായ കഴിവുകളേ ഉള്ളൂ, അവരുടെ ആയുസ്സും പരിമിതം. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളത്? ഭഗവാനുമായിട്ടുള്ള സംഘം. നമ്മൾ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ആ ഭഗവാനുമായിട്ടുള്ള ഒരു വെഡ്ലോക്ക്, ഒരു ബന്ധം, ഒരു വിവാഹ ബന്ധം നമ്മൾ എല്ലാ ജീവന്മാരും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സ്ഥാപിക്കേണ്ടതാണ്. കാരണം ഈ ലോകത്തിലാകെ ഒരു പുരുഷനേ ഉള്ളൂ, പരമപുരുഷനായ ഭഗവാൻ. ബാക്കി എല്ലാ ജീവന്മാരും സ്ത്രീഭാവമാണ്. അപ്പം എല്ലാവർക്കും ആശ്രയിക്കാവുന്നത് ഭഗവാനെയാണ്, എല്ലാവരും ആശ്രയിക്കേണ്ടത് ഭഗവാനെയാണ്. ഇത് സൂചിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു അധ്യായമാണ് 60-ാം അധ്യായം. നമുക്ക് ആദ്യത്തെ 9 ശ്ലോകങ്ങൾ വായിക്കാം, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഷഷ്ഠിതമോऽധ്യായഃ. ശ്രീശുക ഉവാച കർഹിചിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരദ്ഭൈഷ്മീ വ്യജനേന സഖീജനൈഃ. യസ്ത്വേതത് ലീലയാ വിശ്വം സൃജത്യത്യവതീശ്വരഃ സഹി ജാതസ്വസേതൂനാം ഗോപീധായ യദുഷ്വജഃ. തസ്മിൻ അന്തർഗൃഹേ വ്രാജൻ മുക്താദാമ വിളംബിന വിരാജിതേ വിതാനേന ദീപൈർമണിമയൈരപി. മല്ലികാദാമഭിഃ പുഷ്പൈഃ ദ്വിരേഭകുലനാദിതൈഃ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോപിശ്ചന്ദ്രമസോമലൈഃ. പാരിജാതവനാമോദവായുനോദ്യാനശാലിന ധൂപൈരകരുചൈരാജൻ ജാലരന്ധ്രവിനിർഗതൈഃ. പയഭ്യേന നിഭേ ശുഭ്രേ പര്യങ്കേ കശിപൂത്തമേ ഉപതസ്തേ സുഖാസീനം ജഗദാമീശ്വരം പതിം. വാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാത് തേന വിജയതി ദേവി ഉപാസാഞ്ചക്ര ഈശ്വരം. സോപാച്യുതം പ്രണയതി മണിനൂപുരാഭ്യാം രേജേങ്കുലീയവലയവ്യജനാഗ്രഹസ്ഥ. വസ്ത്രാന്തഗൂഢകുചകുങ്കുമശോണഹാരഭാസ നിതംബധൃതയാ ച പരാർദ്യ കാഞ്ച്യാം. താം രൂപിണീം ശ്രിയമനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോർ അനുരൂപരൂപ
പ്രീതസ്മയൻ അളകകുണ്ടല നിഷ്കണ്ഠവക്ത്രോല്ലസത് സ്മിതസുതാം ഹരിരാപഭാഷേ. തൽക്കാലം ഇത്ര മതി, വൈകുന്നേരം മുഴുവൻ വായിക്കാം. നമുക്ക് ഡയറക്റ്റ് അധ്യായത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. കാരണം ഇതിൻ്റെ ആമുഖമായിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ അധ്യായത്തിലെ 3 ശ്ലോകങ്ങളും. ഭഗവാൻ തൻ്റെ പത്നിമാരുമായിട്ട് എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇവിടെ രുക്മിണിയുമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ചിത്രം ഒന്നുകൂടെ എന്താ പറയുക വിശദമായി നമുക്ക് കാണിച്ചു തരികയാണ്. ചുരുക്കി പറഞ്ഞതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നർത്ഥം. ശ്രീശുക ഉവാച കർഹിചിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരത് വൈഷ്ണീ വ്യജനേന സഖീജനൈഃ. ശ്രീശുക ഉവാച കർഹിചിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യചരത് വൈഷ്ണീ വ്യജനേന സഖീജനൈഃ. സുഖബ്രഹ്മർഷി തുടരുകയാണ്. കർഹിചിത് ഒരിക്കൽ എന്നാണ്. യർഹി തർഹി കർഹി എന്നൊക്കെ ഉള്ളത് എപ്പോൾ എവിടെ അല്ലെങ്കിൽ ഏത് സമയത്ത് എന്നുള്ളതായിട്ടുള്ള സമയത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യം വരുമ്പോഴാണ്. കർഹിച്ചിത്ത് ഒരിക്കൽ എന്തുണ്ടായി? സുഖം ആസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം വൈഷ്മീ പര്യചരത്. വൈഷ്മി ഭീഷ്മകന്റെ പുത്രി, വിദർഭ രാജാവായിട്ടുള്ള ഭീഷ്മകന്റെ പുത്രിയായ വൈഷ്മി രുക്മിണി പര്യചരത് പരിചരിച്ചു. ആരെ? പതിം, ഭർത്താവിനെ. കീദൃശം പതിം, എങ്ങനെയുള്ള ഭർത്താവിനെ? സുഖം ആസീനം, എവിടെ? സ്വതൽപസ്ഥം, സ്വന്തം ശയ്യയിൽ തൽപ്പത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി സുഖമായി ഇരിക്കുന്നവൻ, സ്വസ്ഥനായി ഇരിക്കുന്നവൻ. അപ്പോൾ വേറെ കർത്തവ്യങ്ങളൊന്നും ആ സമയത്തില്ല എന്നർത്ഥം. റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിഞ്ഞിട്ടുണ്ടാവാം. ഒന്നുകിൽ പ്രാതകാലത്തെ ഭക്ഷണം അല്ലെങ്കിൽ മധ്യാഹ്ന ഭക്ഷണം, അത് കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുകയാണ്. അതാണ് സുഖം ആസീനം. സ്വതൽപസ്ഥം, സ്വന്തം തൽപ്പത്തിലിരിക്കുന്ന ശയ്യയിലിരിക്കുന്നവനായ ജഗദ്ഗുരും, ലോകത്തിന് ഗുരുവായ, ലോകത്താൽ പൂജ്യനായ, സർവർക്കും പൂജ്യനായ ഭഗവാനെ പതിയെ ആ വൈഷ്ണി പര്യചരത്. എങ്ങനെ? സഖീജനൈഹി വ്യജനേന, സഖീജനങ്ങൾ അടുത്ത് സേവിക്കാനുണ്ട്. വ്യജനേന, വ്യജനം വീശറി. അപ്പൊ സഖീജനങ്ങളും മറ്റും ദൂരത്ത് നിന്ന് വീശുന്നുണ്ട്. ദേവിയും ഭഗവാന്റെ കാല് തിരുമ്മി കൊടുത്തുകൊണ്ടോ ഒക്കെ അടുത്തിരിപ്പുണ്ട്. താമ്പൂലം കൂട്ടിക്കൊടുത്തുകൊണ്ടോ പല രീതിയിൽ ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് രുക്മിണിയും അടുത്തിരിപ്പുണ്ട്. സഖീജനങ്ങളാണ് ഇത് എന്താ പറയുക വ്യജനം കൊണ്ടൊക്കെ വീശുന്നത്. ആ എന്താ പറയുക ഭഗവാന്റെ ആ ഒരു അന്തഃപുരത്തെ ഒന്നുകൂടെ വിസ്തരിച്ച് വർണ്ണിക്കുകയും ഭഗവാന്റെ മഹാത്മ്യത്തെ പറയുകയും ചെയ്യാണ് അടുത്ത ശ്ലോകങ്ങളിൽ. യസ്ത്വേതത് ലീലയാ വിശ്വം സൃജത്യത്യവതീശ്വരഃ സഹി ജാതഃ സ്വസേതൂനാം ഗോപീദായ യദുഷ്വജഃ. യസ്ത്വേതത് ലീലയാ വിശ്വം സൃജത്യത്യവതീശ്വരഃ സഹി ജാതഃ സ്വസേതൂനാം ഗോപീദായ യദുഷ്വജഃ. യഹ തു ഏതത് വിശ്വം ലീലയാ സൃജതി ലീലയാ അത്തി ലീലയാ അവതി ഈശ്വരഃ. അപ്പൊ യഹ ഈശ്വരഃ, ഏതൊരു ഈശ്വരനാണോ, സർവനിയന്താവായിരിക്കുന്ന ഏതൊരുവനാണോ, ലീലയ, എല്ലാറ്റിനും കഴിവുള്ളത് കൊണ്ട് ഇതെല്ലാം ലീലയാണ്. എന്ത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഏതത് വിശ്വം, ഈ വിശ്വത്തെ സൃജതി സർജിക്കുന്നു, സൃഷ്ടിക്കുന്നു, അത്തി ഭുജിക്കുന്നു അഥവാ സംഹരിക്കുന്നു, അവതി രക്ഷിക്കുന്നു, അവനം ചെയ്യുന്നു,
അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ലീലയായിട്ട് ഏതൊരു ഈശ്വരൻ ചെയ്യുന്നുവോ സഹ അജഹി, അവൻ ജനനമില്ലാത്തവനാകുന്നു, അജൻ തന്നെയാകുന്നു. എങ്കിലും സ്വസേതൂനാം ഗോപീതായ, സ്വസേതുക്കൾ എന്ന് പറഞ്ഞാൽ സ്വമര്യാദകൾ, സ്വനിയമങ്ങൾ, സ്വധർമ്മങ്ങൾ, ഭഗവാനാൽ ഈ പ്രപഞ്ച നിലനിൽപ്പിന് എന്താ പറയുക നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മര്യാദകൾ, നിയമങ്ങൾ, അതാണ് സേതുക്കൾ. വരമ്പുകൾ, അണക്കെട്ടുകൾ എന്നൊക്കെ അർത്ഥം തന്നെ. ഈ ലോകത്തെ നിലനിർത്തുന്ന വരമ്പുകളാണ്, അണക്കെട്ടുകളാണ് ഈ ധർമ്മങ്ങൾ. ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ. എല്ലാവരും ധർമ്മം അനുഷ്ഠിക്കാതെയായാൽ എന്താവും? വരമ്പില്ലാത്ത കൃഷിഭൂമിയാവും, തുറന്നൊരു കൃഷിഭൂമി. എങ്ങനെ ഇരിക്കും? ഒരു വ്യവസ്ഥയും ഉണ്ടാവില്ല. തുറന്നു വെച്ചൊരു നദി, അണക്കെട്ടില്ലാത്ത നദി, ആ നദിയുടെ വെള്ളം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പ്രയോജനപ്പെടുമോ? അതാ അതിൻ്റെ പാട്ടിൽ മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോകും, വെള്ളപ്പൊക്കം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിയുകയും ചെയ്തു. വേനൽക്കാലത്ത് ഉണങ്ങിക്കൊണ്ട് ഇരിക്കും, ഒരു പ്രയോജനമില്ല. അപ്പം അതുപോലെ ആയിരിക്കും ഈ ലോകം. ഈ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഈ നിയമങ്ങളെല്ലാം എല്ലാവരും ലംഘിക്കാൻ തുടങ്ങിയാലും അത് തന്നെ അവസ്ഥ. അപ്പോൾ ഈ ലോകം നിലനിൽക്കണോ, ഈ വരമ്പുകളൊക്കെ വേണം. കൃഷിസ്ഥലം എങ്ങനെയാണോ വരമ്പുകളാൽ വേർതിരിച്ച് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, ചില ഭാഗങ്ങളിൽ വെള്ളം ആവശ്യമുള്ള സമയമായിരിക്കും, ചില ഭാഗത്ത് വെള്ളം ആവശ്യമുണ്ടാവില്ല, അല്ലേ? അങ്ങനെയുള്ള പല കൃഷി രീതികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തിരിച്ചു നിർത്തണമെങ്കിൽ വരമ്പ് വേണം. ഇതുപോലെയാണ് നിയമങ്ങൾ. സ്വസേതൂനാം ഗോപീതായ, ഗോപീതായ ഗോപനത്തിനായിക്കൊണ്ട്, രക്ഷയ്ക്കായിക്കൊണ്ട് എന്നർത്ഥം. യദുഷു ജാതഃ, ഭഗവാൻ അജനാണെങ്കിലും ജാതഃ, അജൻ ജനിച്ചു. ഭഗവാൻ തന്നെ ഗീതയിൽ അത് പറയുന്നുണ്ട്. അജോഭിസന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോഭിസന്ന് പ്രകൃതിം സ്വാമവഷ്ടഭ്യ സംഭവാമ്യാത്മമായയാ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ അജോഭിസന്ന്, ഞാൻ എൻ്റെ അജത്വമൊന്നും കളഞ്ഞിട്ടില്ല, അജനായിക്കൊണ്ട് തന്നെ. അജോഭിസന്ന് അവ്യയാത്മാ, മരണമില്ലാത്തവൻ, നാശമില്ലാത്തവനാകുന്നു ഞാൻ, വികാരങ്ങളൊന്നുമില്ലാത്ത ആത്മസ്വരൂപനായിക്കൊണ്ട് തന്നെ. അജോഭിസന്ന് അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോഭിസന്ന്, എല്ലാ ചരാചരങ്ങളെയും ഈശിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, സർവനിയന്താവ് തന്നെയാണ് ഞാൻ. അങ്ങനെയൊക്കെ ഇരിക്കെ പ്രകൃതിം സ്വാമവഷ്ടഭ്യ, എൻ്റെ തന്നെ പ്രകൃതിയെ ഞാൻ സ്വീകരിക്കുന്നു, അവലംബിക്കുന്നു, വേഷം കെട്ടാൻ ഉപയോഗിക്കുന്നു. എന്നിട്ട് സംഭവാമി ആത്മമായയാ, എൻ്റെ തന്നെ മായ എന്നുള്ള ആ ശക്തിയെ ഉപയോഗിച്ച്, ലീലയെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സംഭവിക്കുന്നു. ധർമ്മച്യുതി ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ ആവിർഭവിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അജഹ അപി സ്വസേതൂനാം ഗോപീതായ, ധർമ്മ സംരക്ഷണായ, യദുഷു ജാതഃ, യാദവന്മാരുടെ കുലത്തിൽ വന്ന് ജാതനായിരിക്കുന്നു. അപ്പോൾ ആ ഭഗവാനെയാണ് രുക്മിണിക്ക് ഭർത്താവായി കിട്ടിയിരിക്കുന്നത്. രുക്മിണിയുടെ ഒരു ഭാഗ്യം, സാക്ഷാൽ ഭഗവാനെ പതിഭാവത്തിൽ സേവിക്കാൻ കിട്ടിയ ഭാഗ്യം. തസ്മിന്നന്തർഗൃഹേ വ്രാജൻ മുക്താദാമ വിളംബിന വിരാജിതേ വിതാനേന ദീപൈർമണിമയൈരപി മല്ലികാദാമഭിഃ പുഷ്പൈഃ ദിരേബകുലനാദിദേ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോപിശ്ചന്ദ്രമസോമലൈഃ പയഭ്യേന നിഭേ ശുഭ്രേ പര്യങ്കേ കശിപൂത്തമേ ഉപതസ്ഥേ സുഖാസീനം ജഗദാമീശ്വരം പതിം. തസ്മിൻ അന്തർഗൃഹേ ഭ്രാജന്മുക്താദാമ വിളംബിന വിരാജിതേ വിതാനേന ദീപൈർമണിമയൈരപി മല്ലികാദാമഭിഃ പുഷ്പൈഃ ദിരേഭകുലനാദിദേ ജാലരന്ധ്രപ്രവിഷ്ടൈശ്ച ഗോപിശ്ചന്ദ്രമസോമക അമലൈഃ പയഭ്യേന നിഭേ ശുഭ്രേ പര്യങ്കേ കശിപൂത്തമേ ഉപതസ്ഥേ സുഖാസീനം ജഗദാമീശ്വരം പതിം. ഇപ്പൊ ഭൈഷ്മി ജഗദാമീശ്വരം പതിം ഉപതസ്ഥേ,
ജഗത്തുകളുടെ മുഴുവൻ നിയന്താവായ തന്റെ ഭർത്താവിനെ പതിം ഉപതസ്തെ ഉപാസിച്ചു, അടുത്തിരുന്ന് സേവിച്ചു. എവിടെ? തസ്മിൻ അന്തർഗൃഹേ, ആ അന്തർഗൃഹം എന്ന് പറഞ്ഞാൽ ഗൃഹാന്തർഭാഗത്ത്, അന്തഃപുരത്ത്, രുക്മിണിയുടെ അന്തഃപുരത്തിൽ എന്നർത്ഥം. അപ്പോൾ ആ അന്തർഗൃഹം എങ്ങനെ ശോഭിക്കുന്നത്? ബ്രാജൻ മുക്താദാമ വിളംബിനാം, ബ്രാജിക്കുന്ന പ്രകാശിക്കുന്ന മുക്താദാമം, മുത്തുമണിമാല. ഒരു ശ്ലോകം വിട്ടുവോ? ഒരു പാരിജാത വനാമോദ വായുനോദ്യാനശാലിന ധൂപൈരകരുജൈരാജൻ ജാലതന്ത്ര വിനിർഗതൈഹി എന്നുള്ള ഒരു ശ്ലോകം. ചില പുസ്തകങ്ങളിൽ അതില്ല, നമുക്കത് വായിക്കാം, അത് പറയാം. ഓക്കെ. അപ്പോൾ മുക്താദാമ വിളമ്പി, മുക്താദാമം മുത്തുമണി കൊണ്ടുള്ള ദാമം മാല, അത് വിളമ്പി എന്ന് പറഞ്ഞാൽ വിശേഷണ ലംബമായി എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത് എന്നർത്ഥം. ശോഭയുള്ള മുത്തുമണികൾ ഇഴഞ്ഞു കിടക്കുന്ന മാലകളുടെ രൂപത്തില് ഇഴഞ്ഞു കിടക്കുന്ന വിതാനേന, വിതാനം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് മേലാപ്പ്, കട്ടിലിന്റെ മുകളില് അല്ലേ സപ്രമഞ്ചക്കട്ടിൽ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിന്റെ മുകളിലൊരു വിതാനം ഉണ്ടാവും, അതിലിങ്ങനെ മുത്തുമണികൾ ഇങ്ങനെ ഞാത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിതാനം കൊണ്ടും മണിമയൈഹി ദീപൈഹി അഭിവിരാജിതേ, മണിമയങ്ങളായ രത്നമയങ്ങളായ ദീപങ്ങളാലും വിരാജിക്കുന്ന, ശോഭിക്കുന്ന. അപ്പൊ ചുറ്റും ദീപങ്ങള് ശോഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അന്തർഗൃഹഭാഗത്ത് മല്ലികാദാമഭിഹി, മല്ലികാദാമം എന്ന് പറഞ്ഞാൽ മല്ലികമാല, മുല്ലപ്പൂമാല പലയിടത്തും ചാർത്തിയിട്ടുണ്ട്. പുഷ്പൈഹി, പുഷ്പങ്ങൾ കൊണ്ട്. അതുപോലെ ദ്വിരേപകുലനാദിരേ, ദ്വിരേപം എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ പര്യായമാണ്. വണ്ടിന് ദ്വിരേഭം എന്ന് പറയും. എന്താ ദ്വിരേഭം? ഭ്രമരം എന്ന ശബ്ദത്തിൽ, എന്ന വാക്കിൽ രണ്ട് രകാരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംസ്കൃതത്തിൽ പല വാക്കുകളും ഉണ്ടായിരിക്കുന്നത്. ഭ്രമരം, ബ്ര എന്നുള്ളതിൽ രകാരമുണ്ട്. ഭ്രമരം എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോഴും ആ രം ഒരു രകാരമുണ്ട്. അങ്ങനെ രണ്ട് രകാരങ്ങളുള്ളത് കൊണ്ട്, ഭ്രമരം എന്ന ശബ്ദത്തിൽ രണ്ട് രേഭങ്ങളുള്ളത് കൊണ്ട് ദ്വിരേഭം എന്ന് വണ്ടിന് പേര്. അപ്പൊ അങ്ങനെ വണ്ടുകളെ കൊണ്ട് ദ്വിരേഭ കുലനാദിതേ, വണ്ടിൻ കൂട്ടങ്ങളാലും നാദം ചെയ്യപ്പെടുന്നതും. ജാലരന്ധ്ര പ്രവിഷ്ടയിശ്ച, ജാലരന്ധ്രം എന്ന് പറഞ്ഞാൽ ജനൽ ദ്വാരങ്ങൾ. ജാലം ജനലുകളാണ്, അതിന്റെ ദ്വാരങ്ങളാണ് രന്ധ്രങ്ങൾ. അപ്പൊ ജനൽ ദ്വാരങ്ങളിലൂടെ പ്രവേശിക്കുന്ന ചന്ദ്രമസഹ അമലൈഹി ഗോപിഹീച്ച. അപ്പൊ രാത്രി നേരമാണ് കേട്ടോ, നിലാവുള്ള രാത്രിയാണ്. ജനലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ആ ജനലിലൂടെ ചന്ദ്രിക ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതാണ് ജാലരന്ധ്ര പ്രവിഷ്ടൈഹി ചന്ദ്രമസഹ, ചന്ദ്രന്റെ, അമലൈഹി ഗോപിഹീച്ച, അമലങ്ങളായ കിരണങ്ങളാലും, ഗോപിഹി എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ, രശ്മികൾ. അപ്പൊ ശുദ്ധങ്ങളായ നിലാവിന്റെ കിരണങ്ങളും ഈ അന്തഃപുരത്തിലേക്ക്, രുക്മിണിയും ഭഗവാനും ഇരിക്കുന്ന അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല നിലാവുള്ള രാത്രിയാണ് എന്നർത്ഥം. ഏതെങ്കിലും ഒരു പൗർണമി പോലെയുള്ളതായിട്ടുള്ള ദിവസത്തിലാണ്. പാരിജാത വനാമോദ വായുനോദ്യാനശാലിന ധൂപൈരകരുജൈരാജൻ ജാലരന്ധ്ര വിനിർഗതൈഹി. അപ്പൊ വീണ്ടും പാരിജാത വന ആമോദ വായുന, പാരിജാത വന, പാരിജാത സമൂഹം
ഇപ്പൊ രുക്മിണിയുടെയും സത്യഭാമയുടെയും ഒക്കെ ഗൃഹത്തിൽ പാരിജാത വൃക്ഷങ്ങളുണ്ട്. അത് വനം പോലെ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിലുള്ള പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വനസദൃശമായി. അതിൽ നിന്നുള്ള ആമോദം, സുഗന്ധമുള്ള വായു. പാരിജാത പുഷ്പങ്ങളുടെ രാത്രിയിൽ വികസിക്കുന്നതാണ് പാരിജാതം, വെളുത്ത പൂക്കളാണ്. അപ്പൊ എന്തായാലും അവയുടെ ആ ആമോദവായു, സുഗന്ധമുള്ളതായിട്ടുള്ള വായുന ഉദ്യാനശാലിന, ആ ഉദ്യാനത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന പാരിജാത വനാമോദ വായുന. അതുപോലെ അഗരുജൈ ധൂപൈഹി, അന്തഃപുരത്തില് ധൂപം പുകച്ചു വെച്ചിട്ടുണ്ട്. അഗരുജം, അകിലിൽ നിന്നുണ്ടാകുന്ന സാമ്പ്രാണി പോലെയുള്ളതായിട്ടുള്ള ആ ധൂപം ഉണ്ട്. ജാലരന്ധ്ര വിനിർഗതൈഹി, അത് ജാലരന്ധ്രത്തിലൂടെ വിനിർഗമിക്കുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ധൂപം കാറ്റത്ത് ജനാലകളിലൂടെ പുറത്തേക്കും വിനിർഗമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള അന്തരീക്ഷം. അപ്പോൾ ആ ഗൃഹത്തെ വിശേഷിപ്പിക്കുകയാണ് അവിടെ. പയഭേന നിഭേ ശുഭ്രേ പര്യങ്കേ കശിഭൂത്തമേ ഉപതസ്തേ സുഖാസീനം ജഗദാമീശ്വരാം പതിം ഈശ്വരം പതിം. അപ്പോ പയഭേന നിഭേ ശുഭ്രേ കശിഭൂത്തമേ പര്യങ്കേ. പര്യങ്കം കട്ടിലാണ്. അതെങ്ങനെയുള്ള കട്ടില്? കശിഭൂത്തമേ, കശിഭു തലയണയാണ്. അപ്പോൾ ഉത്തമമായ തലയണകളോട് കൂടിയതും ശുഭ്രം, നല്ലതുപോലെ ശുദ്ധവും വെളുത്തതും, വെള്ളപ്പട്ടാണ് വിരിച്ചിരിക്കുന്നത്. തൂവൽ പോലെയുള്ളതായിട്ടുള്ള മൃദുവായ ശുഭ്രമായ പട്ട്. അതുള്ളതായിട്ടുള്ള അത് പയഭേന നിഭേ എന്ന് പറയുന്നുണ്ട്. ഈ ശുഭ്രം എങ്ങനെയുള്ളത്? പയഭേനം, പയസ് പാലാണ്, അതിന്റെ ഭേനം നുര, അതിന് സമാനം എന്നർത്ഥം. പാൽനുരയ്ക്ക് സമാനമായി വെളുത്തിരിക്കുന്നതായിട്ടുള്ള കശിഭൂത്തമേ, തലയിണയോട് കൂടിയതായിട്ടുള്ള പര്യങ്കം. അപ്പൊ തലയിണയിലും കിടക്കയിലും ഒക്കെ വിരിച്ചിരിക്കുന്ന നല്ല വെളുത്ത പട്ടാണ്. അത് നല്ല പാൽനുര പോലെ തോന്നുന്നുണ്ട്, ശുദ്ധമായിട്ടുണ്ട്, തെളിഞ്ഞതായിട്ടുണ്ട്. അങ്ങനെയുള്ള പര്യങ്കേ സുഖാസീനം, സുഖമായിരിക്കുന്നവനായ ജഗദാമീശ്വരം, ലോകങ്ങളുടെ മുഴുവൻ നാഥനായ പതിം ഉപതസ്തേ, സ്വന്തം ഭർത്താവിനെ ദേവി ഉപാസിച്ചു. വാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാത് തേന വിജയതി ദേവി ഉപാസാഞ്ചക്ര ഈശ്വരം. വാലവ്യജനമാദായ രത്നദണ്ഡം സഖീകരാത് തേന വിജയതി ദേവി ഉപാസാഞ്ചക്ര ഈശ്വരം. അപ്പൊ ഇത്ര നേരം സഖികളായിരുന്നു വ്യജനം വീശിക്കൊണ്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണീ ദേവിക്ക് ഭഗവാനോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നപ്പോൾ എന്തായി? താൻ തന്നെ വീശിക്കൊടുക്കണം എന്ന് തോന്നലായി. അതാണ് രത്നദണ്ഡം വാലവ്യജനം സഖീകരാത് ആദായ. നല്ല രത്നങ്ങൾ പതിച്ച പിടിയുള്ളതാണ്, ദണ്ഡമുള്ളതായിട്ടുള്ള വാലവ്യജനം, വെഞ്ചാമരം. ആ വെഞ്ചാമരത്തെ സഖീകരാത് ആദായ, സഖികളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് തേന ഈശ്വരം വീജയതി, അതുകൊണ്ട് ഈശ്വരനെ വീശുന്നവളായിട്ട് ദേവി ഉപാസാഞ്ചക്രേ, ദേവി ഉപാസിച്ചു. അപ്പൊ ദേവി സ്വയം ഒരു ദാസിയുടെയിൽ നിന്ന് വെഞ്ചാമരം വാങ്ങിച്ച് താൻ തന്നെ ഭഗവാനെ നേരിട്ട് വീശിക്കൊണ്ട് സേവിച്ചു. ആ ദേവിയെ രണ്ട് ശ്ലോകം കൊണ്ട് ഒന്നുകൂടെ വർണ്ണിക്കുന്നു. സോപാച്യുതം കൊണയതി മണിനൂപുരാഭ്യാം രേജേങ്കുലീയ വലയവ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്തഗൂഢകുജകുങ്കുമശോണഹാരഭാസ നിതംബധൃതയാ ച പരാർദ്യ കാഞ്ച്യാ താം രുക്മിണീം ശ്രിയമനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോരനുരൂപരൂപ പ്രീതസ്മയൻ അളകകുണ്ടല നിഷ്കണ്ഠവക്ത്രോല്ലസത് സ്മിതസുധാം ഹരിരാബഭാഷേ. സോപാച്യുതം ക്വണയതി മണിനൂപുരാഭ്യാം രേജേങ്കുലീയവലയവ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്തഗൂഢകുചകുങ്കുമശോണഹാരഭാസ നിതംബധൃതയാ ച പരാർദ്യ കാഞ്ച്യാ.
സാ ഉപാച്യുതം. ഉപാച്യുതം എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ സമീപേ, അപ്പോ അച്യുത സമീപം എന്നർത്ഥം ആണ് ഉപാച്യുതം. അച്യുതന്റെ അടുത്തിരിക്കുന്ന സാ അവൾ എങ്ങനെ എന്തൊക്കെ ചെയ്തു? മണിനൂപുരാഭ്യാം ക്വണയതി. അവളുടെ കാലിൽ നൂപുരങ്ങളുണ്ട്, രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള നൂപുരങ്ങൾ. അങ്ങനെയുള്ള രത്നനൂപുരങ്ങൾ കൊണ്ട്, രണ്ട് നൂപുരങ്ങളെ കൊണ്ട്, നൂപുരാഭ്യാം ദ്വാഭ്യാം ക്വണയതി ശബ്ദിപ്പിച്ചുകൊണ്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാല് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് കാല് അതിന്റെ കൊണന ശബ്ദമുണ്ട്, എന്തിന്റെ? നൂപുരങ്ങളുടെ അതിന്റെ ചിലമ്പൊലി ശബ്ദം ശബ്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളും. അങ്കുലീയ വലയ വ്യജനാഗ്രഹസ്ഥ. അങ്കുലീയം മോതിരങ്ങള്, വലയം വളകള്, പിന്നെ വ്യജന അഗ്രഹസ്ഥ. അഗ്രഹസ്ഥത്തിൽ വ്യജനവും പിടിച്ചവൾ, വീശറിയും പിടിച്ചിട്ടുണ്ട്. അപ്പൊ കയ്യിൽ എന്തൊക്കെയുണ്ട്? മോതിരങ്ങളുണ്ട്, വളകളുണ്ട്, വീശറിയും പിടിച്ചിട്ടുണ്ട്, അഥവാ ഈ പറഞ്ഞ ബെഞ്ചാമരവും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ധരിച്ചവളായിരിക്കുന്ന അവള് വസ്ത്രാന്തഗൂഢ കുച കുങ്കുമ ശോണഹാരഭാസ നിതംബധൃതയ പരാർദ്യ കാഞ്ച്യ രേജേ. രേജേ എന്ന് പറഞ്ഞാൽ രാജിച്ചു, രാജിച്ചു, ശോഭിച്ചു, പ്രകാശിച്ചു. അപ്പൊ അവള് ശോഭിച്ചു. സാ രേജേ, അവൾ രാജിച്ചു. എങ്ങനെയൊക്കെ? വസ്ത്രാന്ത ഗൂഢ കുച കുങ്കുമ ശോണഹാരഭാസ. വസ്ത്രാന്ത ഗൂഢ കുച കുങ്കുമ ശോണഹാരഭാസ. ദേവിയുടെ മാറിൽ ഹാരങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആ ഹാരത്തിന്റെ ഭാസ, ശോഭ കൊണ്ട് എന്നാണ്. ഹാരത്തിന്റെ കാന്തി എന്താ ഉണ്ടായിട്ടുള്ളത്? അത് ശോണമായിട്ടുണ്ട്, ചുവന്നിട്ടുണ്ട്. വാസ്തവത്തിൽ അത് എന്തായിരുന്നു? മുത്തുമണികളായിരുന്നു. പക്ഷെ എങ്ങനെ ചുവന്നു? കുജ കുങ്കുമം കൊണ്ട്. ദേവിയുടെ മാറിലെ അലങ്കാരമായി ധരിച്ചിരിക്കുന്ന കുങ്കുമം കൊണ്ട് ഈ വെളുത്തതായിട്ടുള്ള ശോണഹാരം, അല്ല എന്താ പറയുക, ധവളഹാരം ശോണഹാരമായി. അപ്പൊ വസ്ത്രാന്ത ഗൂഢം, വസ്ത്രത്തിന്റെ അന്തർഭാഗത്ത് ഗൂഢമായി ഉള്ള കുചം, സ്തനങ്ങൾ. ആ സ്തനങ്ങളിലുള്ള കുങ്കുമം കൊണ്ട് ശോണവർണ്ണത്തെ പ്രാപിച്ച ഹാരം അഥവാ മുത്തുമണിമാല കൊണ്ട് ശോഭിക്കുന്നവളായിട്ട് ആ കാന്തിയോടുകൂടിയവളും. നിതംബധൃതയാ പരാർദ്യ കാഞ്ച്യ. നിതംബം അരക്കെട്ട്, അതിൽ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള പരാർദ്യ കാഞ്ച്യ. കാഞ്ചി എന്നാൽ അരഞ്ഞാണം. അത് പരാർദ്യം എന്ന് പറഞ്ഞാലോ വിലമതിക്കാനാവാത്തത്, വിലയേറിയതായിട്ടുള്ള കാഞ്ചി അഥവാ അരഞ്ഞാണം കൊണ്ടും രേജേ. അപ്പം കഴുത്തിലുള്ള വെളുത്ത മുത്തുമാല ചുവന്നിട്ടുണ്ട്. എങ്ങനെ ചുവന്നു എന്ന് ചോദിച്ചാൽ കുജാന്തത്തിലുള്ള കുങ്കുമം കൊണ്ട്. അങ്ങനെ ദേവി ശോഭിക്കുകയാണ് അതിമനോഹരിയായിട്ട്. രാത്രിയിൽ ആ നിലാവ് പുറത്തുനിന്നും അകത്തുള്ള വെളിച്ചവും എല്ലാം കൂടിയായിട്ട് കാണേണ്ട ഒരു ഒന്നൊന്നര കാഴ്ചയാണ് എന്നറിയാം. സോപാച്യുതം കൊണയതി മണിനൂപുരാഭ്യാം രേജേങ്കുലീയ വലയവ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്ത ഗൂഢകുച കുങ്കുമ ശോണഹാരഭാസ നിതംബധൃതയാ ച പരാർദ്യ കാഞ്ച്യ. താം രുക്മിണീം ശ്രിയമനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോർ അനുരൂപരൂപ പ്രീതഃ സ്മയൻ അളകകുണ്ടല നിഷ്കകണ്ഠ ഭക്ത്രോല്ലസസ്മിതസുതാം ഹരിരാബഭാഷേ. താം രുക്മിണീം ഹരിഹി ആബഭാഷേ. ഇത്രയുള്ളൂ വിഷയം. താം രുക്മിണി, ആ രുക്മിണിയോട് ഹരിഹി ആബഭാഷേ, ഹരി ഭാഷണം ചെയ്തു, ഭഗവാൻ ഭാഷണം ചെയ്തു. പക്ഷേ ആ രുക്മിണിയെ വിശേഷിപ്പിക്കുന്നതാണ് ബാക്കിയുള്ള പദങ്ങളൊക്കെ. അങ്ങനെയുള്ള രുക്മിണിയെ നിരീക്ഷ്യ, കണ്ടിട്ട് ഹരിഹി ആബഭാഷേ, ഭഗവാൻ ഭാഷിച്ചു. അപ്പൊ എങ്ങനെയുള്ള രുക്മിണി? ലീലജാതനോഹോ അനുരൂപരൂപായാ. ഭഗവാൻ ആരാണ്? ലീലയാ ധൃതതനുവാണ്. ലീലയായിട്ട് ശരീരം ധരിച്ചവൻ, അവതാരമൂർത്തിയെ ധരിച്ചവൻ. അങ്ങനെ ലീലയാ ധൃതതനോഹോ
അനുരൂപമായ രൂപത്തോടു കൂടിയവൾ, ഭഗവാന് പറ്റിയവൾ തന്നെ, ഭഗവാന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരതരമായ രൂപത്തിന് ഇണങ്ങുന്ന സൗന്ദര്യത്തോടു കൂടിയ മഹാലക്ഷ്മി. ലീലയാ ധൃതതനോഹോ അനുരൂപരൂപ യാ, ഏതൊരുവളാണോ അളക കുണ്ടല നിഷ്ക കണ്ഠ വക്ത്രോല്ലസ സ്മിത സുധാം. അവളെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. അളക കുണ്ടല, അളകം മുഖത്തോട്ട് വീണുകിടക്കുന്ന കുറുനിരകള്, കുണ്ടലം കാതിൽ തൂങ്ങുന്നതായിട്ടുള്ള കുണ്ടലങ്ങള്, നിഷ്ക കണ്ഠം നെക്ലേസോട് കൂടിയതായിട്ടുള്ള കഴുത്ത്, വക്ത്ര ഉല്ലസസ്മിത സുധാം മുഖത്ത് പ്രകാശിക്കുന്നതായിട്ടുള്ള മന്ദഹാസമാകുന്ന അമൃത് പൊഴിക്കുന്നവളും, മന്ദഹാസത്തെ സുധയോട് ഉപമിച്ച് അങ്ങനെയുള്ള മന്ദഹാസാമൃതം പൊഴിക്കുന്നവളും, അനന്യഗതിം ഭഗവാനല്ലാതെ വേറൊരാളെ ഗതിയായി കരുതാത്തവളും, ഭഗവാനെ തന്നെ പൂർണ്ണമായി ആശ്രയിച്ചവളായിട്ടുള്ള ആ ദേവിയെ താം രുക്മിണിയും ശ്രിയം, ലക്ഷ്മീ ദേവിയാണ് ആ രുക്മിണി. നിരീക്ഷ്യ, ആ ഭഗവാനെ കണ്ടിട്ട് പ്രീത സന്തോഷിക്കുന്നവനായ ഭഗവാൻ, സ്മയൻ പുഞ്ചിരിച്ചുകൊണ്ട്, ഹരിഹി ആബഭാഷേ ഹരി ഭാഷണം ചെയ്തു. അപ്പൊ ആ ദേവിയുടെ സൗന്ദര്യവും ഭാവവും ഭക്തിയും പ്രേമവും എല്ലാം കണ്ട് സന്തോഷിച്ചതായിട്ടുള്ള ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ ദേവിയോട് സംസാരിക്കാൻ ആരംഭിച്ചു. താം രുക്മിണീം ശ്രിയമനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാദൃതതനോരനുരൂപരൂപ പ്രീതസ്മയൻ അളക കുണ്ടല നിഷ്ക കണ്ഠ വക്ത്രോല്ലസസ്മിത സുധാം ഹരിരാബഭാഷേ. ഇനി ഹരിയുടെ ഭാഷണം നമുക്ക് വൈകുന്നേരം നോക്കാം. ഭഗവാൻ എന്തൊക്കെയാ തമാശ പറയുന്നത്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം കാണാം. ഹരി ഓം. എല്ലാവർക്കും സുഖദിനം. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒക്ടോബർ മാസത്തിൽ നവരാത്രി കഴിഞ്ഞ് ഒക്ടോബർ 7 മുതൽ 21 വരെയുള്ള 14 ദിവസങ്ങൾ, 14 15 ദിവസം വരുമ്പോൾ 7 അടക്കമാണല്ലോ. ആ 15 ദിവസങ്ങൾ കേരളത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ 15 ദിവസത്തെ കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി നയിക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്ര. വളരെ കാലമായി അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ സമയം ആയത്. ആദ്യം 41 ദിവസത്തെ പരിപാടിയാണ് ഇട്ടിരുന്നത്. പക്ഷെ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള തിരക്കുകളും എല്ലാവരും കൂടി ഒത്തുകൂടാൻ പ്രയാസമായതുകൊണ്ടും മറ്റ് പല സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നവരാത്രി മുമ്പ് വരുന്നു, മണ്ഡലകാലം പിമ്പെ വരുന്നു, ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു ഡിസംബറിൽ. അതൊക്കെ കൊണ്ടും പല കാരണങ്ങളെ കൊണ്ടും 15 ദിവസമായി ചുരുക്കിയതാണ്. അല്ലെങ്കിൽ ഓരോ ജില്ലയിലും 3 ദിവസം വീതമുള്ള ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഒരു ജില്ലയിൽ ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും 2 സമ്മേളനങ്ങളായിട്ട് 2 പ്രദേശങ്ങളിൽ ഒരു ജില്ലയിൽ. അപ്പം അങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിന് സംഘടിപ്പിക്കാനൊരു സംഘാടക സമിതി, ഒരു സ്വാഗത സംഘം അത് തിരുവനന്തപുരത്ത് രൂപീകരിക്കുകയാണ്. ഈ വരുന്ന 11-ാം തീയതി ജൂൺ 11 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്ത് കൂടുന്നു. അപ്പോൾ ഞാനും അവിടെ പങ്കുചേരണം. കാരണം ഓർഗനൈസ് ചെയ്യുന്നത് മാർഗദർശക് മണ്ഡലാണ്. മാർഗദർശക് മണ്ഡൽ എന്ന് പറഞ്ഞാൽ സന്യാസിമാരുടെ സഭയാണ്. അതിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് നമ്മളും. അതുകൊണ്ട് അവശ്യം ചെല്ലണം 11-ാം തീയതി. അപ്പോൾ ആർക്കൊക്കെ അതിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ സഹായിക്കാൻ പറ്റുമോ
അവർക്കൊക്കെ തിരുവനന്തപുരത്ത് ഈ 11-ാം തീയതി വരാൻ പറ്റുന്നവരൊക്കെ വരിക ഈ സ്വാഗത സംഘത്തിലേക്ക്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കൊക്കെ വരാൻ ശ്രമിക്കാം, എന്നിട്ട് സഹായിക്കാം. ബാക്കിയുള്ളവരൊക്കെ അതാത് ജില്ലകളിൽ പിന്നീട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഇതിനെ വലിയൊരു നമ്മുടെ കേരളത്തെ ഒരു യാത്രയാണ്, ഒരു നവീകരണ സന്ദേശമാണ്. നമ്മുടെ എന്താ പറയുക, പൈതൃകത്തെ സംരക്ഷിക്കാൻ, സംസ്കാരത്തെ സംരക്ഷിക്കാൻ, ധർമ്മത്തെ സംരക്ഷിക്കാൻ സന്യാസിമാർ മുന്നിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും ഒപ്പം ഉണ്ടാവണം, പുറകെയല്ല, ഒപ്പം തന്നെ ഉണ്ടായിക്കോളും. എല്ലാം നേതൃത്വം കൊടുക്കുന്നത് സന്യാസി വര്യന്മാരാണ്. കേരളത്തിലെ എല്ലാ മഠങ്ങളും സഹകരിക്കുന്നുണ്ട്. അമൃതാനന്ദമയി അമ്മയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ടും അവിടെ ചെന്ന് എല്ലാവരും കണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നാരായണ ഗുരുദേവൻ്റെ പ്രസ്ഥാനങ്ങൾ, രാമകൃഷ്ണാശ്രമ പ്രസ്ഥാനങ്ങൾ, ചിന്മയ മിഷൻ പ്രസ്ഥാനങ്ങൾ, ബാക്കി ഏതൊക്കെ പ്രസ്ഥാനങ്ങളുടെ, ശുഭാനന്ദ ഗുരുദേവൻ്റെ ആവട്ടെ, തീർത്ഥപാദ പരമ്പരയാവട്ടെ, മണ്ണൂർ രാമാനന്ദ ഗുരുദേവൻ്റെ പരമ്പരകളാവട്ടെ, അങ്ങനെ എല്ലാ മഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സന്യാസിമാരും പങ്കെടുത്തുകൊണ്ടുള്ളതാണ് സംബോധ് ഫൗണ്ടേഷൻ, ദയാനന്ദാശ്രമം, എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം, അതിലേക്ക് സഹായങ്ങൾ ഉണ്ടാവണം. കാരണം സന്യാസിമാർ നയിക്കുന്ന ഒരു കേരള യാത്ര അതൊരു എന്താ പറയുക, കേരള ഹിന്ദു സമൂഹത്തിന് ഭാവിയിൽ നാണക്കേടുണ്ടാക്കുന്നതാവരുത്. എങ്ങനെ? ജനപങ്കാളിത്തം കൊണ്ട്. അയ്യോ, കാരണം നമ്മളെ മറ്റ് മതസ്ഥരും രാഷ്ട്രീയക്കാരും പരിഹസിക്കാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു സന്യാസിമാരോടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൂടി വെളിവാക്കുന്നതാണ്. നിങ്ങൾ സന്യാസിമാരുടെ കൂടെയുണ്ട്, ഹിന്ദു സമൂഹം മൊത്തം സന്യാസിമാരുടെ കൂടെയുണ്ട് എന്ന് തെളിയിക്കേണ്ടതായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ആ ഗൗരവത്തോടെ കാണണം. പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് വരാൻ പറ്റുന്നവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ഉദയ് പാലസ് കവടിയാർ അവിടെ വെച്ചിട്ടാണ് 2000 പേരിരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അതിൽ പരമാവധി ആൾ സ്വാഗത സംഘത്തിന് തന്നെ വരണം. അപ്പോഴേ ആ ഒരു ശക്തി കണ്ടാൽ മാത്രമേ തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഉത്സാഹം എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഓരോ ജില്ലകളിലും പിന്നീട് സമിതികളുണ്ടാക്കും. ആ സമിതികളിൽ നിങ്ങൾക്കെല്ലാവർക്കും പങ്കുചേർന്ന് പ്രവർത്തിക്കാം. എന്താ പ്രവർത്തനം? പരമാവധി ആളുകളിലേക്ക് ഈ യാത്രയുടെ സന്ദേശം എത്തിച്ച് എല്ലാവരെയും ആ യാത്ര സമയത്ത് ആ സമ്മേളനങ്ങളിൽ അവശ്യം പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയിലും ആ സമ്മേളനം എത്തുമ്പോൾ പരമാവധി ആളുകൾ അവിടെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യം. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീരെ അവശരായിട്ടുള്ളവർ, ബെഡ് റിഡണായിരിക്കുന്നവർ, നിവൃത്തിയില്ല, അല്പമെങ്കിലും ആരോഗ്യമുള്ളവർ, സ്വന്തം കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഈ ഒരു കാര്യം വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ പോകുന്നുണ്ടോ എങ്കിൽ ഈ കാര്യത്തിലും പങ്കെടുക്കണം. ചിന്തിക്കുക, എല്ലാവരും കൂടെ ഉണ്ടായിരിക്കുക. എല്ലാവർക്കും സമ്മതമല്ലേ? എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? ഒന്ന് നോക്കട്ടെ, എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയൂ. നല്ലതാണോ വേണ്ടാന്നാണോ? ചിന്തിക്കൂ, മറുപടി പറയൂ.
എല്ലാവരും ഉണ്ടാവണം. ആ സമയത്ത് അതാത് ജില്ലകളിൽ എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് വൈകുന്നേരവും രാവിലെയും 2 സ്ഥലങ്ങളിലായിരിക്കും ഒരു സമ്മേളനത്തിലെങ്കിലും പങ്കെടുക്കുക. അവനവൻ്റെ അടുത്തുള്ള പ്രദേശത്ത് ചിലപ്പോൾ അത് 20, 30, 40 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. പക്ഷെ പങ്കെടുക്കാൻ തയ്യാറാവണം. നോക്കൂ, എല്ലാവരും ഇതൊരു ചർച്ചാ വിഷയവുമാക്കുക. ഒക്ടോബർ ആകുമ്പോഴേക്കും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ എല്ലായിടത്തും ഇതൊരു ചർച്ചാ വിഷയമാവണം. നവരാത്രി കഴിഞ്ഞുള്ള ഉത്സാഹത്തോടുകൂടെ എല്ലാവരും പങ്കെടുക്കണം. കമ്മിറ്റിയിലേക്ക് താല്പര്യമുള്ളവർ, കഴിവുള്ളവർ ഒക്കെ വരിക. ഹരി ഓം. തിരുവനന്തപുരത്തുകാർ പ്രത്യേകിച്ച്. ശാന്തി ശാന്തി ശാന്തി.